ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സാമുദായിക നേതാക്കളെ കാണാൻ പോകുന്നതിൽ എന്താണ് തെറ്റ്? ആർ ശങ്കർ മുതൽ കരുണാകരനിലൂടെ തുടർന്ന് ഉമ്മൻചാണ്ടി വരെ പരസ്പര ബഹുമാനത്തോടെ സാമുദായിക നേതാക്കളുമായി തുടർന്ന ബന്ധത്തെ തിന്ന നിരങ്ങിലെന്ന മ്ലേച്ഛവും മര്യാദകെട്ടതുമായ പ്രയോഗത്തിലൂടെ ആക്ഷേപിച്ച ഞാനെന്ന ഗർവിൽ നിന്ന രാഷ്ട്രീയ മര്യാദകേടിനെ തിരുത്താൻ ജനങ്ങൾ പുറംകാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞതിന്റെ ഞെട്ടലിൽ നിന്ന കോൺഗ്രസിന് അന്നായില്ല. മുസ്ലിം മതപണ്ഡിതർ പോലും തീണ്ടാപ്പാടകലം നിർത്തിയിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് മതേതര സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അത് ഈ നാട്ടിലെ മതേതര ചേരിക്കേൽപ്പിക്കുന്ന മുറിവിന്റെ ആഴമറിഞ്ഞിട്ടും ആസന്നമായ തെരഞ്ഞെടുപ്പിലെ 4 വോട്ടിന്റെ ലാഭത്തിന് വേണ്ടി അധികാരത്തിന്റെ മനക്കോട്ട കെട്ടിയിരിക്കുന്ന കോൺഗ്രസിന് തിരുത്താനായില്ല. ഗാന്ധിയെ പഠിക്കുന്ന കാലം തൊട്ട് ഗോൾവാൾക്കറേയും തിരിച്ചറിയുന്ന നാട്ടിൽ ഗാന്ധിയെ കൊന്നുകളഞ്ഞ മതഭ്രാന്തിന്റെ ചിത്രത്തിന് മുൻപിൽ കുമ്പിട്ട് നിന്ന് പുഷ്പാർച്ചന നടത്തിയിട്ടും തിരുത്താൻ കോൺഗ്രസിനായില്ല. RSS ശാഖയ്ക്ക് കാവൽ നിന്നെന്ന് വീമ്പ് പറഞ്ഞവരോട് ഒരു ചോദ്യം പോലും ഉന്നയിക്കാൻ കോൺഗ്രസിനായില്ല. കാരണം RSSും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസ് പാലൂട്ടി വളർത്തുന്ന വിഷപ്പാമ്പുകളാണ്. ഇന്ന് അതേ കോൺഗ്രസ് RSSനെ വിമർശിക്കുന്നവരെ ഹിന്ദു വിരോധികളും ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നവരെ മുസ്ലിം വിരോധികളുമാക്കി സംഘപരിവാറിന് വഴിവെട്ടുകയാണ്. വെള്ളാപ്പള്ളി ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ വിമർശിച്ചത് വെള്ളാപ്പള്ളിയല്ല മുഖ്യമന്ത്രിയാണെന്ന് നിന്ന നിൽപ്പിൽ കാലുമാറിയ നിലപാടുകളുടെ രാജകുമാരൻ VS അച്യുതാനന്ദനെതിരെ നട്ടാൽ കുരുക്കാത്തൊരു കളവ് കൂടി പറഞ്ഞിട്ടുണ്ടെന്ന്. മതം പറഞ്ഞു മനുഷ്യനെ തമ്മിലടിപ്പിക്കാതെ വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കൂ കോൺഗ്രസ് നിങ്ങൾ. പക്ഷേ അത് മതമാണ് 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 പ്രശ്നമെന്ന് പറഞ്ഞ KM ഷാജിയെ അട്ടത്ത് വെച്ചുകൊണ്ടാകരുത്. ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിനെ ഒന്നാകെ BJPയുടെ തൊഴുത്തിൽ കെട്ടിക്കൊണ്ടാകരുത്. രാജ്യസഭാ സീറ്റ് പോലും BJPക്ക് തീരെഴുതിക്കൊണ്ടാകരുത്. ദളിത് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടേണ്ടവരാണെന്ന് പറയുന്ന ബൈരയ്യമാരെ പാലൂട്ടി വളർത്തിക്കൊണ്ടാകരുത്. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു വർഗീയതയ്ക്ക് വഴിവെട്ടുന്നത് ആരാണ്. ഇന്ന് ഈ വിഷയത്തിൽ അതിഥികളായി ചേരുന്നവർ KT കുഞ്ഞിക്കണ്ണൻ CPIM-ൽ നിന്നും, പ്രൊഫസർ റോണി K ബേബി കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് N ലാൽകുമാർ ഇടതു നിരീക്ഷകൻ എന്നിവരാണ്. ഇങ്ങനൊരു വിഷയം ഞാൻ ആദ്യം രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ലാൽകുമാറിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ശ്രീ ലാൽകുമാർ, ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയമാണ്. ഒരുപാട് സഖ്യങ്ങളും കൂട്ടുകൂടലുകളും ഒക്കെ നമ്മൾ ഇതിന്റെ ഭാഗമായി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത്ര എളുപ്പത്തിൽ സംഭവിക്കാൻ ഇടയില്ലാത്ത ഒന്ന് എന്ന് കരുതിയിരുന്ന ഒരു സമവായം ഇന്നുണ്ടാകാനുള്ള വഴികൾ തെളിയുകയുമാണ്. നോക്കൂ, NSSും SNDPയും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു എന്നൊരു പ്രഖ്യാപനം വരുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മറുചേരിയിൽ അതിലല്പം ആശങ്കയുണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ കേരളത്തിൽ ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആശങ്ക ആർക്കെങ്കിലും ഒക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം എന്നത് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ വളരെ കൃത്യമായി നമ്മൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ കാലാകാലങ്ങളായി കോൺഗ്രസ് അതിനെ പരുവപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് ഇന്നിപ്പോൾ നോക്കൂ, ഒരു വിഭാഗം കൃത്യമായി ഉപയോഗിക്കുന്നത് സംഘപരിവാറാണ്. അങ്ങനെ സംഘപരിവാറിന്റെ കൂട്ടിൽ കെട്ടാവുന്ന നിലയിലേക്ക് ഈ സാഹചര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ആരാണ്, എങ്ങനെയാണ്? അല്ല, നോക്കൂ, ഇവിടെ ഇപ്പം SNDP യോഗവും NSSും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന. കാര്യം അത് നേരത്തെ ഒരിക്കലും ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു ആശയം വരികയും ഇടയ്ക്ക് വെച്ച് പൊളിഞ്ഞു പോവുകയും ചെയ്തതാണ്. ഈ പറയുന്ന ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു അത്യാവശ്യ ഘട്ടത്തിലേക്ക് വരാൻ കാരണം എന്ത്? ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നം കഴിയും. അതിന് സത്യസന്ധമായ കാര്യം, ഇവിടെ മുസ്ലിം ലീഗിന് എതിരായി വെള്ളാപ്പള്ളി നടേശൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗിനെതിരെ ഒരു സാമൂഹ്യ പ്രവർത്തകനായ അദ്ദേഹത്തിന് നിശ്ചയമായും എതിരഭിപ്രായം പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനെ ന്യൂനപക്ഷ വിരുദ്ധമാക്കുകയും അത് പൂർണ്ണമായും മുസ്ലിം വിരുദ്ധമാക്കുകയും ചെയ്യാൻ ഈ സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് അടങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമി അടങ്ങുന്ന മുന്നണിക്ക് പറ്റിയെന്നുള്ളതാണ്. അതിന് മൗനമായി ഇരുന്ന VD സതീശനെ നമ്മൾ കണ്ടു. ഒന്നും മിണ്ടാതിരുന്ന VD സതീശനെ ഞാൻ കണ്ടു. നമ്മളെല്ലാം കണ്ടതല്ലേ? അപ്പോൾ സത്യത്തിൽ സംഭവിച്ചത്, കേരളത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത് CPIM-ന് വേണ്ടിയിട്ടാണ്. CPIM-ന് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM-ന്റെ സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടറിയൊക്കെയാണ്. ഇതൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് വലിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ UDF നടത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് കുത്തിത്തിരിക്കുന്ന ഒരു സാഹചര്യം വന്നു. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാര്യങ്ങളോടും യോജിക്കണമെന്നൊന്നുമില്ല. നമുക്ക് യോജിക്കാം, വിയോജിക്കാം, അദ്ദേഹത്തിനെ തള്ളിക്കളയാം, ഒക്കെയുള്ള
ഓപ്ഷൻ എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട്. അത് പല ഘട്ടങ്ങളിലും CPM ചെയ്തിട്ടുണ്ട്, മറ്റുള്ള പാർട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സംഭവം എന്താ? ഇവിടെ സംഭവം ലീഗ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ കാണിക്കുന്ന വൃത്തികേടുകളെ അദ്ദേഹം എതിർത്തു. അതിപ്പോൾ തുടങ്ങിയതല്ല. ഞാനതിന് ഉദാഹരണം പറയാം. നോക്കൂ, 5ാം മന്ത്രി വിഷയം വന്നു. മഞ്ഞളാംകുഴി അയ്യെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് ഒരു തർക്കം കേരളത്തിൽ വരികയും 5ാം മന്ത്രി സ്ഥാനമാണ് കേരളത്തിൽ ഇത്രയും സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കിയ ഒരു വിഷയം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ മറ്റുള്ള കമ്മ്യൂണിറ്റികൾ ലീഗിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണത്തിലേക്ക് വന്നത് നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കിയതിലൊന്ന് ഈ പറയുന്ന 5ാം മന്ത്രിസ്ഥാനമാണ്. 5ാം മന്ത്രിസ്ഥാനം അവർക്ക് ക്ലെയിം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. പക്ഷെ അത് എങ്ങനെ ക്ലെയിം ചെയ്തു, എങ്ങനെ വാങ്ങിച്ചു, കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച ശേഷവും കുത്തിപ്പിടിച്ചു വാങ്ങിച്ചു. ഇത്രയും കാര്യം നമ്മൾ കേരളത്തിൽ കണ്ടു. അടുത്ത സംഭവിച്ചത് എന്താ? ഇതിൻ്റെ ആഘോഷ പ്രകടനമായി NSS ആസ്ഥാനത്തേക്കാണ് ലീഗുകാർ പോയത്. NSS ആസ്ഥാനത്തേക്ക് ചെന്ന് സുകുമാരൻ നായരുടെ കോലം കത്തിക്കുകയാണ് ചെയ്തത്. നോക്കൂ, UDF-നകത്തെ ഒരു ഘടകകക്ഷിക്ക് അവരൊരു മന്ത്രിസ്ഥാനം ഉമ്മൻചാണ്ടിയെ നിലത്ത് നിർത്താതെ മേടിച്ചതിന് ആഘോഷ പ്രകടനത്തിന് NSS ആസ്ഥാനത്ത് പോകുന്ന ജനറൽ സെക്രട്ടറിയുടെ കോലം കത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട്. അതാ പറഞ്ഞ് നമ്മൾ അടഞ്ഞുപോയ അധ്യായമല്ല ഇത്. അത് ലീഗ് കാണിക്കുന്നതും ലീഗിന് ഇപ്പം നോക്കൂ, ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഉമ്മയുടെ ശബ്ദം രേഖ നമ്മൾ കണ്ടതാണ്. ഉമ്മ പറയുകയാണ് രണ്ട് പള്ളി വിളിക്കാൻ വരികയാണ്. ഇവിടെയൊക്കെ ആരാ ഇതൊക്കെ നടക്കുന്നേ? എങ്ങനെയാണ് ഇത് നടക്കുന്നേ? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മനസ്സിൽ ഈ പറയുന്ന തീകോരിയിട്ട് ഇപ്പുറത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കള്ളപ്രചരണം ഒരു പരിധി വരെ വലിയ രീതിയിൽ ലീഗിന് നടത്താൻ കഴിയുന്നുണ്ട്. അതിന് മൗനാനുവാദം VD സതീശൻ കൊടുത്തു. VD സതീശൻ ഇതുവരെ ഈ സാധനത്തിനെ തള്ളിയിട്ടുണ്ടോ? ഇതിനകത്ത് രസകരമായ ഒരു കാര്യമുണ്ട് സിത. കോൺഗ്രസിൻ്റെ പ്രതികരണം കേട്ടാൽ നല്ല രസമാണ്. സിദ്ദിഖ് വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതികരിക്കും, പക്ഷേ KPCC പ്രസിഡന്റ് പ്രതികരിക്കത്തില്ല. രമേശ് ചെന്നിത്തല പ്രതികരിക്കത്തില്ല. UDF-ൻ്റെ കൺവീനറായ അടൂർ പ്രകാശ് മിണ്ടില്ല. കാര്യം എന്താണെന്നറിയോ? SNDP യോഗം ഉള്ളിടത്തൊക്കെയാണ് ഇവർ നിൽക്കുന്നത്. അടൂർ പ്രകാശ് നിൽക്കുന്നിടത്തും രമേശ് ചെന്നിത്തല നിൽക്കുന്നിടത്തും ഒക്കെ ഈ പറയുന്ന SNDP യോഗം ഉണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരേ ശബ്ദത്തോടു കൂടി പറയണം. അത് പറയത്തില്ല. എന്നിട്ട് വെള്ളാപ്പള്ളിയെ കോർണർ ചെയ്യുന്ന എങ്ങനെയാ? ലീഗിനെ കൊണ്ട് മറുപടി ഉറപ്പിക്കും. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് മറുപടി ഉറപ്പിക്കും. അതല്ലെങ്കിൽ 1% പോലും SNDP യോഗത്തിന് ഒരു സ്വാധീനവും ഇല്ല എന്ന് ഉറപ്പുള്ള ഏതേലും മലബാറിലെ ഒരു നേതാവ് മറുപടി പറയും. എന്നാൽ ഇവർ ധൈര്യം ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ഇവരൊക്കെ മറുപടി പറയട്ടെ. പറയത്തില്ല, മിണ്ടത്തില്ല. ഇതുവരെ മിണ്ടിയിട്ടില്ല. UDF-ൻ്റെ കൺവീനർ അല്ലേ ഈ വിഷയത്തിൽ? UDF-ൻ്റെ കൺവീനർ ഇതുവരെ എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? അപ്പോൾ അതാ പറഞ്ഞ് ഇവർക്ക് ഈ പറയുന്ന മതസ്പർദ്ധ ഉണ്ടാകുകയും അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാകുകയും ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ്. അതിനുള്ള കളം കേരളത്തിൽ കൃത്യമായി ഇട്ടുകൊടുത്തത് VD സതീശനാണ്. കാര്യം എന്നാ? VD സതീശൻ്റെ മൗനാനുവാദമാണ് അതിനകത്തെ പ്രശ്നം. അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സുകുമാരൻ നായർ സാറും അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഈ പറയുന്നതിന് പ്രസക്തി ഉണ്ടായി വരുന്നത്. അത് ഇപ്പം തുടങ്ങിയതല്ല. UDF കളിച്ചുകൊണ്ടിരിക്കുന്ന കളി. UDF എപ്പോൾ അധികാരത്തിൽ വന്നോ അവരുടെ തല എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ കക്ഷത്തിലാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. എപ്പോൾ നോക്കിയാലും അത് അങ്ങനെ തന്നെയാണ്. അത് കുറേ നാളുകളായുള്ള ഭരണം നമ്മൾ കണ്ടാൽ, നേരത്തെ അടുത്തുള്ള ഭരണം കണ്ടു കഴിഞ്ഞാലും ലീഗ് പറയുന്നതല്ലാതെ ഒരു കാര്യം മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കേരളത്തിലെ ഭരണം UDF കാഴ്ചവെക്കുന്നത്. അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വീണ്ടും മടങ്ങി വരാം. പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസിന്റെ UDF-ന്റെ വർഗീയതയ്ക്കെതിരായ പോരാട്ടം അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണോ? വളരെ മനോഹരമായ ഒരു തിരക്കഥ കേരളത്തിൽ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് സംവിധാനം ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഈ ആസൂത്രണത്തില് അതിന്റെ പിന്നാമ്പുറങ്ങളിലുള്ളത് CPM-ഉം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ കേരളത്തിലെ പ്രബലരായിട്ടുള്ള സാമുദായിക സംഘടനകളുമാണ്. ഒരു കള്ളം പോലും നമുക്ക് ജനങ്ങളിൽ നിന്നും മുമ്പിൽ മറച്ചുവെക്കാൻ കഴിയില്ല. ഇന്ന് ഒരു പ്രമുഖനായ സമുദായ നേതാവ് പത്രസമ്മേളനം നടത്തി പ്രതിപക്ഷ നേതാവ് VD സതീശനെ കടന്നാക്രമിക്കുമ്പോൾ അതിനിടയിൽ ഫോൺ കോൾ വരികയാണ്. അപ്പോൾ ആ സമുദായ നേതാവ് അറിയാതെ തന്നെ പറയുകയാണ് ആരാണ് ഫോൺ വിളിച്ചത്. അത് മാധ്യമങ്ങളിലൂടെ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ ഇന്ന് അത് കൃത്യമായി ഇന്നത് കണ്ട് ബോധ്യപ്പെട്ടിരിക്കുക. ഇപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന കഥ, തിരക്കഥ എന്ന് കൃത്യമായിട്ടറിയാം. അപ്പോൾ അതിന്റെ കുറെ അഭിനേതാക്കൾ മാത്രമാണ് ഈ പറയുന്ന സമുദായ നേതാക്കൾ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ
മുന്നിൽ കണ്ടുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതൊക്കെ കൃത്യമായി ഒരു CPM-ന്റെ അജണ്ട. കാരണം എന്താ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തന്നെ പ്രമേയം പ്രഖ്യാപനം അല്ലെ അവിടെ തന്നെ പരാമർശം ഉണ്ടായി. മത ന്യൂനപക്ഷങ്ങളുടെ പിന്നാലെ നമ്മൾ പുറകെ നടന്നു. പലസ്തീൻ വിഷയം, പൗരത്വ വിഷയം, മറ്റു പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് നമ്മൾ അവരുടെ പിന്നാലെ നടന്നു. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷേ അവിടെ നിന്നും നമുക്ക് വോട്ട് വന്നിട്ടില്ല. ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഭൂരിപക്ഷ സമുദായ സംഘടനകളെ കയ്യിലെടുത്തുകൊണ്ട് ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ 2024 ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് ശേഷം CPM വളരെ കൃത്യമായി ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ സമുദായ വോട്ടുകളെ ഏകീകരിക്കുന്നതിന് വേണ്ടി ഇത് കൃത്യമായി തന്നെ വർഗീയ രാഷ്ട്രീയം ഉപയോഗിക്കുക. അല്ല, അതായത് അപ്പോൾ താങ്കൾ പറയുന്നത് പ്രകാരം CPM-ന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാകുന്നു. അപ്പോൾ ആ പ്ലാൻ CPIM, SNDP-യുടെയും NSS-ന്റെയും ആസ്ഥാനത്തേക്ക് ഫോൺ ചെയ്തു പറയുന്നു. ആ നേതാക്കൾ രണ്ടുപേരും അടുത്ത സുപ്രഭാതത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് CPM-ന്റെ പ്ലാൻ പ്രകാരം ഒരു തിരക്കഥയൊക്കെ എഴുതി VD സതീശനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഇതാണോ സംഭവിച്ചത്? തന്നെ ആ സംഭവങ്ങളുടെ സീക്വൻസ് പരിശോധിക്കാം. ജനുവരി 2 വെള്ളാപ്പള്ളി നടേശൻ പത്രസമ്മേളനത്തിൽ ആദ്യമായി മാറാട് എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. 20 വർഷത്തോളം മലയാളികൾ വിസ്മൃതിയിലേക്ക് തള്ളിവിട്ട, നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത, മതേതര കേരളം ഒരിക്കലും ഓർക്കാനോ ചർച്ച ചെയ്യാനോ ആഗ്രഹിക്കാത്ത ഒരു വിഷയം 2026 ജനുവരി 2 നടത്തിയ പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ആ വാക്ക് ഉപയോഗിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പക്ഷേ പ്രൊഫസർ റോണി കെ ബേബി, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ ഈ താങ്കൾ പറഞ്ഞ ഡേറ്റിൽ മാറാടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന വെള്ളാപ്പള്ളിയെ അവിടെ മുതൽ മാത്രമാണോ താങ്കൾ കേട്ടത്? ഇപ്പോൾ ഞങ്ങളൊക്കെ, അതാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് എൽ ലാൽകുമാറും പറഞ്ഞതുപോലെ, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയം ഇങ്ങനെ വരികയും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചു എന്ന VD സതീശന്റെ ഏറ്റവും ഗുരുതരമായ സെക്കുലർ ഫാബ്രിക്കിന് ഏറ്റവും വലിയ വിള്ളലുണ്ടാക്കിയ പ്രസ്താവന വരികയും ചെയ്ത ശേഷം വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾ നിരന്തരമായി VD സതീശനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്, മാറാട് മുതലല്ല. അതെന്താണ് താങ്കൾ മറന്നു പോകുന്നത്? അങ്ങനെയെങ്കിൽ ഞാൻ ഏറ്റവും അടുത്തുണ്ടായ ഒരു സംഭവം മാത്രം ചൂണ്ടിക്കാണിച്ചത്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതിനു മുമ്പ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ശ്രീ VD സതീശൻ പറഞ്ഞു എന്ന് പറയുന്ന പ്രസ്താവനയ്ക്ക് മുമ്പ് എത്രയോ മുമ്പ് മലപ്പുറം വിഷയങ്ങൾ അതും തുടങ്ങിയാണ് വെള്ളാപ്പള്ളി നടേശന കോട്ടയത്ത് വന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ മുസ്ലിം ലീഗിനെയാണ് ആക്രമിക്കുന്നത്, മുസ്ലിം സമുദായത്തെയല്ല. ഇതേ വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് വന്നു എന്ന് പറയാ. കോട്ടയം ജില്ലയിൽ ഒരു പ്രബലമായ സമുദായമുണ്ട്, അവരാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കാൻ പാടില്ല എന്ന് കോട്ടയത്ത് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ചെയ്ത് പലതവണ ആവർത്തിച്ചു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത്. അതിനുശേഷമാണ് ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചു വരുന്നത്. ശരി, അങ്ങനെ താങ്കൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ നിരന്തരം ഈ നിലയിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളിയുടെ വർഗീയതയ്ക്കെതിരെയാണ് VD സതീശന്റെയും കോൺഗ്രസിന്റെയും പോരാട്ടം, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പേടിച്ചു പോകുന്നത്? ആ പോരാട്ടം തുടരുകയായിരുന്നില്ലേ വേണ്ടത്? വളരെ കൃത്യമായി. കാരണം അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഇത് ചുരുക്കേണ്ടതില്ല. കാരണം ഞാൻ ആദ്യമേ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് കൃത്യമായി തന്നെയുള്ള ഒരു തിരക്കഥയാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ തിരക്കഥയുടെ ഭാഗമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയിൽ വന്ന് 1 മണിക്കൂർ എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ച മുഖ്യമന്ത്രി പലതവണ ആവർത്തിക്കാണ് മാറാടിനെ കുറിച്ച്. എന്തിനാണ് ഈ മാറാട് വീണ്ടും ഇവിടെ ആവർത്തിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്? വീണ്ടും എന്തിനാണ് ചർച്ചയാക്കുന്നത്? അത് ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലേ? അത് ഒരു വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലേ? ഒരു മതേതര കേരളത്തെയാണ് നിങ്ങൾ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ CPM-ഉം പിണറായി വിജയനും ഒരു മതേതര കേരളത്തെയാണ് കെട്ടിപ്പിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുകയല്ല ചെയ്തത്. ഇങ്ങനെയുള്ള വർഗീയ പരാമർശം നടത്തുന്ന ആളുകൾ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കേരളത്തിലെ ജനസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയുള്ള വർഗീയ പരാമർശം നടത്തുന്ന ആൾ നിലവിൽ വെള്ളാപ്പള്ളി നടേശനാണ് എന്നത് കണ്ടതായിരിക്കുമല്ലോ ഈ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു എന്നൊക്കെയുള്ള പരാമർശം VD സതീശൻ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ ആ വേദിയിൽ നടത്തുന്നത്. അവിടം വരെ കാര്യങ്ങൾ ഓക്കെയാണ്. അതിനുശേഷമാണല്ലോ വെള്ളാപ്പള്ളി ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം വിളിച്ച് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ശേഷം പോരാട്ടം വർഗീയതയ്ക്കെതിരെയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണമല്ലോ. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് ശേഷം എന്താണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് എന്നൊന്ന് കേട്ട ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. അപ്പൊ SNDP ജനറൽ സെക്രട്ടറിയോട് കുറിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ്. അപ്പൊ SNDP ജനറൽ സെക്രട്ടറിയോട് കുറിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ്. പ്രൊഫസർ റോണി കെ ബേബി, അപ്പോൾ ആരെയായിരുന്നു പിണറായി വിജയൻ കാറിൽ കയറ്റിക്കൊണ്ട് പോയത്?
വളരെ കാരണം വെള്ളാപ്പള്ളി നടേശൻ അങ്ങോട്ട് പോയി കാറിൽ കയറിയതല്ലോ, വളരെ കൃത്യമായി എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് എടുക്കുന്നതെങ്കിൽ ഈ വർഗീയമായി പരാമർശം നടത്തുന്നവരെ നിങ്ങൾ ഈ പറയുന്ന ഹാരാർപ്പണം നടത്തി അവരെ ആലിംഗനം ചെയ്ത് അവരെ നിങ്ങൾ അതിനെ ഒരു പൊതു സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കരുത്. ഇങ്ങനെ വർഗീയ പരാമർശം നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഒറ്റത്തിന് പകരം നിങ്ങൾ അവരെ ക്ഷണിച്ച് ഇവിടെ വെള്ളാപ്പള്ളി നടേശന് കാറില്ലാഞ്ഞിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി പോയത് എന്നൊന്നും കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല. അത് വളരെ ഇതാ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്, ചേട്ടൻ ബാവയും അനിയും ബാവയുമാണ് കൃത്യമായ സന്ദേശം കേരളത്തിന്റെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ 1-ാം നമ്പർ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കട്ടിപ്പോയത്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശനോ അദ്ദേഹത്തിന്റെ പിതാവിനോ കാരണം അദ്ദേഹത്തിന്റെ കുടുംബ മഹിമയൊക്കെ നമുക്കറിയാം. തലമുറകളായി കാറ് പോലെയുള്ള വലിയ വാഹനങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബം തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച വർഗീയതയ്ക്കെതിരാണോ പിണറായി വിജയനെതിരാണോ? അതേ ഉള്ള സംശയം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് ആവർത്തിച്ച് പറയാമല്ലോ, വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറഞ്ഞു, ആ വർഗീയതയ്ക്കെതിരെയാണ് എന്റെ പരാമർശം, മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് ശരിയല്ല എന്ന് പറയുന്നതിന് പകരം വെള്ളാപ്പള്ളി വിമർശനം ഉന്നയിച്ച ശേഷം SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക്, ആ പേര് പോലും പറയുന്നില്ല കേട്ടോ, SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിക്കെതിരാണ് എന്ന് പറയുമ്പോൾ നമ്മളിതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങണോ? പ്രൊഫസർ റോണി കെ ബേബി, അതാണ് ഞാൻ മുൻപ് ചോദിച്ചത്. നിലപാടെന്ന് പറയുന്നത് ഒന്നല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ വരാൻ പോകുന്ന തലമുറകൾക്ക് ദിശാബോധം കൊടുക്കേണ്ട ഉറച്ച നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു ഭരണാധികാരിയെ മാറേണ്ട വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. പക്ഷെ ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ നൽകുന്ന സൂചനകൾ പറഞ്ഞത്, ഇങ്ങനെയുള്ള പരാമർശം നടത്തുന്നവരെ മാറ്റി നിർത്തുന്നതിന് പകരം അവരെ നിങ്ങൾ പറയുന്നത് തെറ്റാണ്. മാനാടിനെ കുറിച്ച് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തൊട്ടടുത്ത് ആര് പറയുന്നു? എ കെ ബാലൻ പറഞ്ഞ പ്രസ്താവന മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു, നമ്മളൊക്കെ വലിയ പ്രതീക്ഷിച്ചു, മുഖ്യമന്ത്രി തള്ളിപ്പറയും. നിങ്ങൾ ഈ മാറാട് പറയരുതെന്ന് കോൺഗ്രസ് പറയുന്നത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ പ്രൊഫസർ റോണി കെ ബേബി ഓർമ്മ വരുന്നത് എന്താണ്? സംഘപരിവാറിന്റെ ചില നിലപാടുകളെ കുറിച്ചാണ്. അതിൽ ബാബരി മസ്ജിദിനെ കുറിച്ച് പറയരുതെന്ന് ആവർത്തിച്ച് പറയുന്ന സംഘപരിവാറിനാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ പറയുന്ന നിലയിൽ പണ്ട് VD സതീശനും പറഞ്ഞു, ഈ മതസമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ എതിരാണ് നിങ്ങൾ പോരാട്ടമെങ്കിൽ ഇതാ അല്പം മുമ്പ് ആരാണ്? കൊടിക്കുന്നിൽ സുരേഷാണ്. ഇരുട്ടിന്റെ മറവിൽ ഇതാ പോയിട്ടുണ്ട് NSSന്റെ ആസ്ഥാനത്തേക്ക്. ഇവർക്കെതിരെയായിരുന്നല്ലോ അല്ലേ മുൻപ് VD സതീശന്റെ പോരാട്ടം? അവിടെയാണ് പ്രശ്നം. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാടിന് എത്രമാത്രം തെളിച്ചമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഇവിടെ പ്രൊഫസർ റോണി കെ ബേബി പറയുന്നത് പോലെ CPM ഒരുക്കി കൊടുക്കുന്ന തിരക്കഥയിലാണോ ഇപ്പോൾ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കേരള സമൂഹത്തിൽ നല്ല രാഷ്ട്രീയ ഉത്ബുദ്ധതയോടെ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവും. VD സതീശനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എത്തപ്പെട്ട രാഷ്ട്രീയമായ അപജയത്തിൻ്റെയും എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിപ്പെടാനുള്ള തിരിഞ്ഞും പറഞ്ഞുമുള്ള വർഗീയ പ്രീണനത്തിൻ്റെയും ഭാഗമായിട്ടാണ് VD സതീശൻ്റെ ഈ കീഴ്മേൽമറയലുകളെല്ലാം. നമുക്കെല്ലാവർക്കും അറിയാലോ, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത്, വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തുന്നത്, അതൊക്കെ പിണറായി വിജയൻ്റെ സംരക്ഷണത്തിലാണ് എന്ന ആരോപണമാണ് VD സതീശനൊക്കെ ഉന്നയിച്ചത്. എന്നാൽ അതേ പ്രസംഗം തന്നെയാണ് അദ്ദേഹം കേരള യാത്രയുടെ സമാപനത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം അദ്ദേഹം എന്താണ് മാധ്യമങ്ങളോട് പറയുന്നത്? മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണ്ടേ, പിടിച്ചു വെച്ച് ചോദിക്കണ്ടേ, നിങ്ങൾ കേരള യാത്രയുടെ സമാപന പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ വിദ്വേഷ പ്രസംഗം, വെള്ളാപ്പള്ളി നടേശൻ്റെ ചോലിൽ കൈയിട്ട് നടക്കുന്നു, മതനിരപേക്ഷത പറയാൻ എന്തർഹതയാണുള്ളത് എന്നൊക്കെയല്ലേ ചോദിച്ചത്? മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? പക്ഷേ എന്താണ് അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ പത്രസമ്മേളനം വന്നതിന് ശേഷം പറയുന്നത്? ഞാൻ മുഖ്യമന്ത്രിയെ മാത്രമാണ് വിമർശിച്ചത്, വെള്ളാപ്പള്ളിയെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാ കാലത്തും VD സതീശൻ്റെ ഈ കീഴ്മേൽ മറിയലുകളുടെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണിത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഭാഗത്ത് എന്താണ്, ഈ കേരളീയ സമൂഹത്തിൽ ഏറ്റവും ക്ഷുദ്രമായ വിദ്വേഷ പ്രചരണം നടത്തിയ, വിഭജന ചിന്തകൾ ഉണ്ടാക്കിയ ആളാണ് ഈ മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന ഷാജൻ സ്ക്രിയ. ആ ഷാജൻ സ്ക്രിയക്ക് വിരുന്നു കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവാണ് നമ്മുടെയൊക്കെ തന്നെ ദുര്യോഗമെന്ന് പറയണം ഈ VD സതീശൻ എന്ന് പറഞ്ഞാൽ. അത്രയും അശ്ലീലകരമായ ഒരു ജേർണലിസത്തിൻ്റെ അങ്ങേയറ്റ കുറ്റകരമായ അപവാദ പ്രചരണം, മാധ്യമപ്രവർത്തനമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരാൾക്ക് വിരുന്നു കൊടുക്കുകയാണ്.
അതോടൊപ്പം തന്നെ എന്താണ്, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിൽ കൈയിട്ട് നടക്കുകയാണ്. കേരള യാത്രയുടെ സമാപന പ്രസംഗത്തിൽ നെഹ്റുവിൻ്റെ രക്തമാണ് ഞങ്ങളുടെയൊക്കെ ശിരകളിലൂടെ ഒഴുകുന്നത് എന്ന് ഈ VD സതീശൻ വലിയ രീതിയിൽ പ്രസംഗിക്കുന്നത് കേട്ടു. എന്താ നെഹ്റുവിൻ്റെ രക്തം? നെഹ്റുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ, അദ്ദേഹത്തിൻ്റെ സെലക്റ്റഡ് വർക്ക്സ് VD സതീശനെ വായിച്ചോ എന്ന് ഞാൻ അറിയില്ല. അയാൾ വലിയ വായനക്കാരനായിട്ടാണ് സ്വയം തന്നെ അങ്ങനെ ഒരു പരിവേഷം സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നെഹ്റു 1959 വളരെ കൃത്യതയോടുകൂടി ഉത്തരേന്ത്യയിലെ പല വർഗീയ കലാപങ്ങൾക്കും ഉത്തരേന്ത്യയിലെ പല വർഗീയ കൂട്ടുകലകൾക്കും പിറകിൽ ആ ഹിന്ദു മഹാസഭയും RSSും എന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ നെഹ്റു ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലവനായിരുന്ന BN മല്ലിക്കിനെ അദ്ദേഹം ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സവിശേഷമായി പഠിക്കാൻ നിയോഗിച്ചിരുന്നു. 1953 53 ഒരു സാർവദേശീയ പ്രത്യേകതയുണ്ട്. 1950-53 ആകുമ്പോഴാണ് അറബ് യുദ്ധം ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണത്തിനെതിരായിട്ട്, പലസ്തീനികളുടെ ഭൂമി അപഹരിച്ച് ഇസ്രയേൽ രാഷ്ട്രം ഉണ്ടാക്കിയതിനെതിരായിട്ട് അതിശക്തമായി നാസർ ഉൾപ്പെടെയുള്ള അറബ് ദേശീയ നേതാക്കളുടെ മുൻകൈയിൽ വലിയ രീതിയിൽ ലോകം ശ്രദ്ധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ആ അറബ് ദേശീയതയുടെ, അറബ് ജനതയുടെ ഈ പോരാട്ടം തകർക്കാൻ നാസർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായിട്ട് രംഗത്ത് വന്നവരാണ് ഈ മുസ്ലിം ബ്രദർഹുഡ്. ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇറാനിൽ അതേപോലെ തന്നെ ഡോക്ടർ മൊസാദിക്കിൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ട്, ആ മൊസാദിക്കും ഈ പലസ്തീൻ ഇഷ്യൂവിൽ ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണത്തിനെതിരായിട്ട് അതിശക്തമായി രംഗത്ത് വരികയും നാസർക്ക് പിന്തുണ നൽകുകയും ചെയ്ത അറേബ്യൻ നേതാവാണ്. ഇവരുടെ സർക്കാരുകളെ അവിടെ അട്ടിമറിക്കാൻ CIA കയ്യിൽ കളിച്ച സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അന്ന് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സംഘാടക പ്രവർത്തനങ്ങൾക്ക് ഈ നാസറും നെഹ്റുവും ഒക്കെ ചേർന്നുകൊണ്ടാണ് സാർവദേശീയ തലത്തിൽ തന്നെ നേതൃത്വം കൊടുക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്നത്തെ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ തലവനായിരുന്ന BN മല്ലിക്കിനോട് അന്വേഷിക്കാൻ പറഞ്ഞത്. ആ BN മല്ലിക്കിൻ്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ നിരവധി വർഗീയ കലാപങ്ങൾക്ക് പിറകിൽ പ്രവർത്തിക്കുന്ന വളരെ അപകടകരമായ ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അന്നത്തെ UP പ്രൊവിൻഷ്യൽ മുഖ്യമന്ത്രിയായിരുന്ന മിസ്റ്റർ സമ്പൂർണാനന്ദക്ക് നെഹ്റു എഴുതിയ കത്തുകളുടെ ഒരു സീരീസ് ഉണ്ട്, കത്തുകളുടെ ഒരു പരമ്പരയുണ്ട്. VD സതീശൻ അത് വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചിട്ടുള്ള ഒരാളാണ് VD സതീശനെങ്കിൽ നെഹ്റുവിൻ്റെ രക്തം അദ്ദേഹത്തിൻ്റെ ശിരകളിൽ ഒഴുകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിൽ കൈവെക്കുക എന്ന് മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന് സാക്ഷ്യം പറയാൻ വരികയാണ് ജമാഅത്ത് ഇസ്ലാമി. കേരളം പോലൊരു സമൂഹത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ഹിസ്ബുൾ മുജാഹിദീൻ പോലുള്ള ഭീകരവാദ സംഘം, പ്രത്യേകിച്ച് പാകിസ്ഥാൻ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വളരെ വിഘടനവാദപരമായ വിധ്വംസകാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹിസ്ബുൾ മുജാഹിദീൻ പോലുള്ളൊരു സംഘടന, ആ സംഘടന ഞങ്ങളുടെ ഭാഗമാണ്, കാശ്മീരി ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമാണ്. കാശ്മീരി ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് നിരവധി ഈ ഉപഭൂഖണ്ഡത്തിലെ നിരവധി ജമാഅത്ത് ഇസ്ലാമി സംഘടനകളുടെ അംബറകൾക്ക് കീഴിലുള്ള ഒരു സംഘടനയാണ്. ഇതെല്ലാം ഞങ്ങളുടെ ഭാഗമാണ് എന്ന് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പ്രബോധനത്തിന്റെ ഈ വിശേഷ പതിപ്പില് അങ്ങനെ ഒരു സംഘടനയെ കുറിച്ചാണ് VD സതീശൻ അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന സാഹചര്യവും ഏറെ പ്രധാനമാണ്. നോക്കൂ, സൂക്ഷ്മ തലത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ NSSന്റെ ആയാലും SNDPയുടെ ആയാലും നീക്കങ്ങൾ, അതായത് ഇതിനെയൊക്കെ നമ്മൾ സാമുദായിക നീക്കങ്ങൾ എന്ന് കാണണമല്ലോ. അപ്പോൾ ഒരു മറുചേരിയിൽ നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന നിലയിൽ അവർക്കൊരു തോന്നൽ ഉണ്ടാകുന്നത് തന്നെ VD സതീശൻ ഈ പ്രസ്താവനയിൽ നിന്നതാണ് എന്ന് സൂക്ഷിച്ച് വായിച്ചാൽ മനസ്സിലാകില്ലേ? അപ്പോൾ VD സതീശൻ അറിയാത്തതായിരുന്നോ അങ്ങനെ ഒരു പ്രസ്താവന നമ്മുടെ നാടിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ ഏൽപ്പിക്കുന്ന മുറിവ് അത് എത്ര വലിയ വിള്ളലുണ്ടാക്കുമെന്ന് അറിയാതെയായിരിക്കുമോ അദ്ദേഹം അത് പറഞ്ഞത്? അദ്ദേഹം എല്ലാ കാലത്തും ഈ പണിയെടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഓർമ്മ, നിങ്ങൾ 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിച്ചില്ല, ലാൽ ഇവിടെ സംസാരിച്ചില്ലേ? നിങ്ങൾക്ക് ഓർമ്മയിട്ടോ, മലബാറിലെ സ്കൂളുകൾക്ക് UDF ഭരണകാലത്ത് മലബാറിൽ 33 സ്കൂളുകൾ അനുവദിച്ചു. അത് പ്രധാനമായിട്ട് ന്യൂനപക്ഷ സംഘടനകൾ നടത്തുന്ന സ്കൂളുകൾക്കാണ്. ആ സമയത്ത് ഈ VD സതീശൻ എന്താ പറഞ്ഞത്? മലബാറിൽ ഈ 33 സ്കൂളുകൾ അനുവദിച്ച നടപടി ഭൂരിപക്ഷ സമുദായത്തിൽ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുമെന്നാ പറഞ്ഞത്.
അപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൽ കൺസൾട്ടേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട അവസരവാദപരമായ വർഗീയ രാഷ്ട്രീയ അജണ്ടയിൽ നിന്ന് കളിക്കുന്ന ഒരു നേതാവ് മാത്രമാണ് VD സതീശൻ. നമുക്കെല്ലാവർക്കും അറിയാലോ, പിണറായി വിജയനെയും CPM-നെയും ഒക്കെ തന്നെ അവര് RSS-ഉമായിട്ട് ബാന്ധവമുള്ളവരാണ് എന്ന് ആരോപിക്കുമ്പോൾ ഈ VD സതീശൻ ആരാണ്? മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആഭ്യന്തര വിപത്തായി ചിത്രീകരിക്കുന്ന കുപ്രസിദ്ധമായ ഈ വിചാരധാര എഴുതിയിട്ടുള്ള ഗോൾവാൾക്കറുടെ വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പടത്തിന് മുകളിൽ നിലവിളക്ക് തെളിയിച്ച് കൈകൂപ്പി നിന്ന മനുഷ്യനല്ലേ ഈ VD സതീശൻ? അത്രത്തോളം ഒരു അവസരവാദിയെ കേരളം എന്തിനു മുഖവിലക്കെടുക്കണം? കേരളത്തിൽ അപകടകരമായ ധ്രുവീകരണം ഉണ്ടാക്കുക, മലബാറിൽ കുറച്ച് സീറ്റ് കിട്ടണമെങ്കിൽ മുസ്ലിം കൺസൾട്ടേഷൻ ഉണ്ടാക്കണമെന്നൊരു സ്ട്രാറ്റജിയാണ് ഈ VD സതീശൻ കോക്കസ് UDF-നകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ അപകടകരമായ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഈ ചർച്ചയിൽ ലാൽ പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്, കാസർഗോഡ് ജില്ലയിലെ ഈ ചെറുവത്തൂർ ഭാഗത്താണ് ആ പെൺകുട്ടി മത്സരിച്ചത്. അവിടെ എന്താണ് അവൾ ചെയ്തത്? ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കുകയാണ്. ആ വീഡിയോയിൽ അവൾ വിളിച്ചു പറയാണ്, ഓടി വരണേ പള്ളിക്ക് കല്ലെറിയുന്നേ എന്ന്. എത്രത്തോളം അപകടകരമാണത്? ഈ പെൺകുട്ടി ആരാണ്? UDF കേരളത്തിലാകെ തീ കൊടുക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി രംഗത്തിറക്കിയ UDF-ന്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പള്ളി ഭാരവാഹികൾ വളരെ ഉത്തരവാദിത്തമുള്ള ആളുകളായതുകൊണ്ട്, നാടിനെ സമാധാനം കാക്കാൻ ജാഗ്രതയായി നിൽക്കുന്ന ആളുകളായതുകൊണ്ട്, അവർക്ക് വളരെയേറെ വിവേകവും പക്വതയും ഉള്ളതുകൊണ്ട് അവരുടനെ രംഗത്ത് വന്നു. അവർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന്. അങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ മലബാറിന്റെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായും ശ്രീ കെ ടി, അവിടെയാണ് പ്രശ്നം. ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇത്തരം സംഭവങ്ങൾ എവിടേക്ക് സമൂഹത്തെ എത്തിക്കും എന്നിടത്താണ് പ്രശ്നം. നോക്കൂ, ഇവിടെ ഇപ്പോൾ പ്രൊഫസർ റോണി KBB പറയുന്നത് പോലെ വലിയ നിലയിൽ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നതെങ്കിൽ നല്ലത്, നമ്മൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ ആ നിലപാടിനും ആ പോരാട്ടത്തിനും ഒരു ഉറപ്പുണ്ടാകണം എന്നുള്ളതാണ്. ഓർമ്മയുണ്ടാകുമല്ലോ, മുൻപ് ഈ സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങൽ പ്രസ്താവന VD സതീശൻ നടത്തുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം സുകുമാരൻ നായർ ഇന്ന് പറഞ്ഞ അതേ ഭാഷയിൽ അന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് VD സതീശനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നോക്കൂ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളിക്കെതിരെ കഴിഞ്ഞ ദിവസം ആ പൊതുവേദിയിൽ പരാമർശം നടത്തുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ് 2 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ചോദിക്കുമ്പോൾ ഇത്രയെങ്കിലും സമ്മതിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു, പക്ഷേ അത് വെള്ളാപ്പള്ളിക്കെതിരല്ല, പിണറായി വിജയനെതിരാണ്. ഇനി ഒരു 2 മാസം കഴിഞ്ഞ് ചോദിക്കൂ, അദ്ദേഹം പറയും ഞാനത് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും. ഇങ്ങനെയാണ് VD സതീശന്റെ എല്ലാ പ്രസ്താവനകളും പോരാട്ടങ്ങളും. എന്നിടത്താണ് കോൺഗ്രസിന്റെ വർഗീയ വിരുദ്ധ പോരാട്ടത്തെ എങ്ങനെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ള ചോദ്യം ഉയരുന്നത്. ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ. അല്ല, ഇതിനകത്ത് ഒരു പ്രശ്നം, ഈ തിണ്ണ നിരങ്ങൽ എന്നുള്ള പ്രയോഗത്തിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങാം. ഈ തിണ്ണ നിരങ്ങളുടെ പ്രശ്നം എന്നറിയോ? ഇവരെല്ലാം തിണ്ണ നിരങ്ങുന്നുണ്ടോ? അതിനെ തിണ്ണ നിരങ്ങൽ എന്ന് ഞാൻ വിളിക്കുന്നില്ല. ഒരു മതമേലധ്യക്ഷനെ പോയി കാണുകയോ അല്ലെ ഒരു സമുദായ നേതാവിനെ പോയി കാണുകയോ ഒന്നും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ പോയി കാണുന്നതിനെ തിണ്ണ നിരങ്ങൽ എന്നുള്ള വിളിയിൽ ഞാൻ ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കുഴപ്പം VD സതീശൻ അത് പറഞ്ഞത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയാണ്. കേരളത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം നോക്കൂ, താക്കോൽ സ്ഥാനത്തേക്കുള്ള വരവാണ്. താക്കോൽ സ്ഥാനത്തേക്ക് NSS ഒരു അഭിപ്രായം പറയുന്നു. NSSനോട് അടുത്ത് നിൽക്കുന്ന നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇവിടെയാണ് അതിൻ്റെ തുടക്കം വരുന്നത്. ഈ ഉമ്മൻചാണ്ടി അത് അംഗീകരിക്കാതെ വരുന്നു. കോൺഗ്രസിനകത്ത് ഒരു ഗ്രൂപ്പ് വലിയ പ്രശ്നമാക്കുന്നു. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇദ്ദേഹത്തിനത് കൊടുക്കാമെന്നുള്ളത് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വാഗ്ദാനം വന്ന ശേഷം NSSനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പറ്റിച്ചു എന്നുള്ള അടിസ്ഥാനത്തിലാണ് അന്ന് NSSൻ്റെ അധ്യക്ഷൻ അത്രത്തോളം ദേഷ്യപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഈ തിണ്ണ നിരക്കത്തിന് പ്രശ്നം വരുന്നത്. കാര്യം അദ്ദേഹം ഈ NSS ആസ്ഥാനത്ത് പോയി തിണ്ണ നിരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നൊരു അഭിപ്രായം VD സതീശൻ ആദ്യ തൊട്ടേ ഉണ്ട്. കാര്യം VD സതീശൻ അങ്ങോട്ട് പോകത്തേ ഇല്ല എന്നുള്ളൊരു ധാരണയിലാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് അവിടെ അതാ പറഞ്ഞത്, രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള ഒളിയമ്പായിരുന്നു ഈ തിണ്ണ നിരങ്ങെന്ന് പറയുന്ന കാര്യം. അതവിടെ നിൽക്കട്ടെ, എനിക്കൊന്ന് ആ ഭാഗം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇവിടെ വന്നിരിക്കുന്ന 1-2 വലിയ വിഷയങ്ങളുണ്ട്. എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ വണ്ടിയെ കയറ്റി. അല്ല, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ വണ്ടിയെ കയറ്റാൻ പാടില്ല എന്നൊരു അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് പരസ്യമായി പറയട്ടെ. ഈ പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ കയറ്റിയത് തെറ്റാണ്. നോക്കൂ, SNDP യോഗം ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിനെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞ കാര്യം അത് മുസ്ലിം വിരുദ്ധമാക്കി ചിത്രീകരിച്ച്
അത് CPM-ന് വേണ്ടി ലീഗുകാർ വെള്ളാപ്പള്ളി പറയുന്നതാണെന്ന് ഈ രാഷ്ട്രീയ പ്രചരണം മൊത്തം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം, മനസ്സിലായില്ലേ? അതാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം പിന്നെന്താ വെള്ളാപ്പള്ളി നടേശനും ഇദ്ദേഹവും ഒരു 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 ഇത് കൊണ്ട് ഇവർ കെട്ടി. വെള്ളാപ്പള്ളി നടേശൻ ഈ വിഷയത്തിൽ എന്താ മറുപടി പറഞ്ഞിരിക്കുന്നത്? ഞാനൊരു ഈ പറയുന്ന പിന്നാക്ക വിഭാഗത്തിൻ്റെ ആളായതുകൊണ്ടാണ് VD സതീശൻ ഇതൊക്കെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ കാറിൽ ഞാൻ കയറുന്നതിന് ഇത്രയും പ്രശ്നമാക്കുന്നതിന് കാര്യം അതാണെന്ന് അദ്ദേഹം തന്നെ വിലയിരുത്തൽ. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ്, നമ്മുടെ വിലയിരുത്തലൊക്കെ പോട്ടെ. ആ കാറെ കയറ്റിക്കൊണ്ടുപോയ ആള് വെള്ളാപ്പള്ളി നടേശനാണല്ലോ. ആ വെള്ളാപ്പള്ളി നടേശൻ ആ വിഷയത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. അതിനകത്ത് വർഗീയതയും ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ഇവർക്ക് മുസ്ലിം കൺസോൾട്ടേഷൻ വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും അവർ നടത്തി എന്നുള്ളതാണ്. അത് ഇനിയും അവർ നടത്തും. അതുവഴി സത്യത്തിൽ പറ്റിക്കപ്പെടുന്നത് ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. കുറേ പേര് പറ്റിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ? CPM ഇവർക്കെതിരെ നോക്കൂ. കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഈ പറയുന്ന ന്യൂനപക്ഷ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള പാർട്ടി ഏതാണ്? ലീഗാ? അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ്സാ? ഒന്നുമല്ല. അതാ പറഞ്ഞ സാമൂഹ്യ സ്പർദ്ധയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായത് ഈ സർക്കാരിൻ്റെ കീഴിലാണ്. ഇപ്പം നോക്കൂ, മാറാട് കലാപം ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം വരുന്നെന്താ? ഇവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനൊരു കാര്യം കേരളത്തിൽ നടന്നിട്ടുണ്ടോ? അങ്ങൊരു അന്തരീക്ഷമുണ്ടോ? അത് ഇവരുണ്ടാക്കുന്ന അന്തരീക്ഷങ്ങൾ മാത്രമല്ല, ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന അന്തരീക്ഷം അതാണ്. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൻ്റെ പ്രൊപ്പഗേറ്റേഴ്സാണ്. മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ള മതസ്ഥർക്ക് ഈ പറയുന്ന രാജ്യത്ത് റോൾ ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന രാജ്യം. അത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന RSS പറയുന്ന അതിൻ്റെ നേരെ അപ്പുറത്തെ ഒരു രാഷ്ട്രീയമാണ് പറയുന്നത്. അതിന് എതിർക്കപ്പെടണ്ടേ? അതിന് ഗോവിന്ദമാസ്റ്ററും പിണറായി വിജയനും പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെ തെറ്റാകും? ആ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഒഴിവാക്കി എന്ന് VD സതീശൻ പറയുന്നതിൻ്റെ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളത് നിർത്തിയിട്ടില്ലെന്ന്. അല്ല സുന്നി മുസ്ലിമിലുള്ള ആൾക്കാർ പറഞ്ഞു VD സതീശൻ പറഞ്ഞ തെറ്റാന്ന്. കാര്യം എന്താ? VD സതീശൻ പറഞ്ഞത് തെറ്റാണെന്ന് ഇവിടുത്തെ സുന്നി മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് പലർക്കും അറിയാം ഇതിനകത്ത് അപകടം. ഇതുവഴി ജമാഅത്തെ ഇസ്ലാമിയുടെ വരവ് വഴി യഥാർത്ഥത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നത് ഈ പറയുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. നോക്കൂ, വർഗീയത ഹിന്ദു മതരാഷ്ട്രം വഴി ഏറ്റവും കൂടുതൽ പൊറുതിമുട്ടുന്ന ആൾക്കാരാരാ? ഹിന്ദുക്കളാണ്. സത്യത്തിൽ മുസ്ലിങ്ങൾ പോലുമല്ല, ഹിന്ദുക്കളാണ്. അവരുടെ ആദ്യത്തെ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സെക്യുലറായി നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. ഇതിനടുത്ത് സംസാരിച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഒഴിവാക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഗാന്ധി കൊല്ലപ്പെടുന്നതിന് കാരണം എന്താ? RSSനെതിരെ പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദു മതരാഷ്ട്രവാദത്തിനെതിരെ അദ്ദേഹം നിന്നു എന്നുള്ളതാണ്. അത് ഹിന്ദു മതത്തിനകത്ത് നിന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയുള്ള ഒരു സങ്കീർണമായ പ്രശ്നമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം. അതാണ് CPM ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത്. VD സതീശൻ ഇത് കുടപിടിക്കുകയാണ്. VD സതീശൻ പറഞ്ഞത് ഇതെല്ലാം മാറി, എല്ലാം ഓക്കെ, എല്ലാം ജനാർദ്ദനം പറഞ്ഞല്ലോ, എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി എന്നാണ് പറയുന്നത്. പക്ഷേ അത് ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആരേലും ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്നിട്ട് പറയുന്നുണ്ടോ ഞങ്ങൾ മതരാഷ്ട്രവാദം ഒഴിവാക്കിയെന്ന്? നോക്കൂ, അസീദ് തന്നെ പണ്ട് നമ്മൾ തമ്മിൽ ഇരുന്നൊരു ചർച്ചക്കകത്ത് വന്നൊരു വിഷയമാണ്. ഈ പറയുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടി, ആ വെൽഫെയർ പാർട്ടിയുടെ പല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് പാണക്കാട്ട് നിന്നാ ചീട്ടെഴുതി കൊടുത്തത്. അതെങ്ങനെ കൊടുക്കാൻ പറ്റും UDFന്റെ ഒരാൾക്ക്? നിങ്ങൾ മതരാഷ്ട്രവാദത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെങ്ങനെ ചെയ്യാൻ പറ്റും? ആ പറഞ്ഞതിനെ എതിർക്കപ്പെടേണ്ട കാര്യമല്ലേ? അത് എതിർക്കപ്പെടുക എന്നുള്ളത് ഈ സമൂഹത്തിന്റെ ആവശ്യമല്ലേ? അടുത്തൊരു വിഷയം നിങ്ങൾക്ക് നോക്കി, ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമുണ്ട്, കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ കാര്യത്തിൽ അബ്ദുൾ റബ്ബ് ഉണ്ടാക്കിയ പോലത്തെ ന്യൂസൻസ് വേറെ ആരും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ആ കാലത്ത്. എത്ര വിവാദമാണ് ആ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് എത്ര എണ്ണമാണ് വന്നത്? വീണ്ടും 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 വിവാദം ഉണ്ടാക്കാൻ നോക്കുവാണ്. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, UDF അധികാരത്തിൽ വന്നാൽ വരാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഈ മാറാടിലെ കുറിച്ച് നമ്മൾ പറയുന്നത്. UDF വന്നാൽ സമാധാനമായിട്ട് കാര്യങ്ങൾ നടക്കുമോ? SDPI തലപൊക്കുമോ? RSSകാരൻ തലപൊക്കുമോ? ഇവരൊക്കെ മതവർഗീയവാദികൾ തലപൊക്കി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കും. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് ലീഗ് പറയുമ്പം സത്യത്തിൽ ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അങ്ങനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൂടെ ചേർത്ത് വായിക്കണം. UDF വന്നാൽ ലീഗ് ഭരിക്കുമെന്ന് പറഞ്ഞു. ലീഗ് ഭരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ആരെ ഭരിക്കുന്നതാ?
ലീഗിനകത്ത് തന്നെ പറയുന്നത് മതമാണ് പ്രശ്നം എന്നല്ലേ? എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ, റോണി കെ ബേബിയുടെ ഒറ്റ ചോദ്യമുള്ളൂ. മതമാണ് പ്രശ്നം എന്ന് KM ഷാജി പറയുന്നു. ആ സ്റ്റേറ്റ്മെന്റിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? സാധാരണഗതിയിൽ ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിക്ക് ആ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ റദ്ദ് ചെയ്ത് കളയുമോ ഇല്ലയോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, റോണി കെ ബേബി വേറെ എന്തെങ്കിലുമൊക്കെ പറയും, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് റോണി കെ ബേബിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ? കോൺഗ്രസിന്റെ തല തന്നെ ഈ പറയുന്ന ഈ ലീഗിന്റെ കക്ഷത്തിലാന്ന് ഞാൻ പറഞ്ഞു. റോണി കെ ബേബിയിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ തുടക്കത്തിലടക്കം അത് പറഞ്ഞു, വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം ഓക്കെയാണ്. പക്ഷേ ആ പോരാട്ടത്തിന് തെളിമ ഉണ്ടാകണമെങ്കിൽ ഇത്തരം ആളുകളെ അല്ല ഒപ്പം നിർത്തേണ്ടതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം അത് മുസ്ലിം ലീഗിനെ വിമർശിച്ചതാണ്, ഈ നിലയിൽ മുസ്ലിങ്ങൾക്കെതിരെ ന്യൂനപക്ഷ വിരുദ്ധത എന്നൊക്കെയുള്ള നിലയിലേക്ക് മാറുന്നതെങ്കിൽ വെള്ളാപ്പള്ളിക്ക് മുൻപ് മുസ്ലിം ലീഗിനെ കുറിച്ച് കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പണ്ട് പറഞ്ഞതുണ്ട്. അതൊന്ന് കേൾക്കാം നമുക്ക്. രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. അന്ന് മലബാറിൽ 2-3 സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച CK ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും. CK ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്തെ കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട്. വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം, ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണ രേഖ വേണം എന്നുള്ള CK ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കോഴിക്കോട് വെച്ച് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. പ്രൊഫസർ റോണി കെ ബേബി, ഈ പ്രസംഗത്തിന് ശേഷവും രമേശ് ചെന്നിത്തലയെ ഒരുപാട് ആളുകൾ കാറിൽ കയറ്റിയിട്ടുണ്ട്. ഈ പ്രസ്താവന ശ്രീ രമേശ് ചെന്നിത്തല നടത്തിയ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ വിസിബിൾ ആണ്. 1950-കളില് KPCC പ്രസിഡന്റായിരുന്ന CK ഗോവിന്ദൻ നായർ അന്ന് ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ നിലപാട്, കാരണം സ്വാതന്ത്ര്യാനന്തരം അല്ലെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ലീഗിനോട് ഉണ്ടായിരുന്ന നിലപാട്, ആ നിലപാട് പിന്നീട് മാറി മാറി വന്നതുകൊണ്ടാണല്ലോ 6 മാസം മുമ്പ് ഇതേ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാൻ വേണ്ടി CPM-ന്റെ നേതാക്കന്മാർ പഠിച്ച പണി 18 നോക്കിയത്. അല്ല, നിങ്ങൾക്ക് അന്ന് വ്യത്യസ്ത നിലപാടുണ്ടായിരുന്നു, പിന്നീട് മാറി. പക്ഷെ വേറെ ആർക്കും ലീഗിനെ കുറിച്ച് നിങ്ങൾക്ക് മാറിയത് കൊണ്ട് വ്യത്യസ്ത നിലപാടുണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്ന വ്യത്യസ്ത നിലപാടായിരിക്കാം ഇപ്പോൾ മറ്റുള്ളവർക്കും ഉള്ളത്. കാരണം അന്ന് മുസ്ലിം ലീഗ് അഭിമുഖീകരിച്ചിരുന്ന ഒരു പ്രതിസന്ധി, ഞാനിപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞ സമയം ഒരുപാട് കഴിയുന്നില്ല. അന്ന് ജിന്നയുടെ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിൽ നിന്നും പൂർണ്ണമായും വേർപെട്ടുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് പുതിയ സ്വതന്ത്ര ഇന്ത്യ അംഗീകരിച്ചുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിം ലീഗ് പുതുതായി രൂപം കൊണ്ടുവന്നു. അതിനൊരു സ്വീകാര്യത കുറച്ച് സമയത്തിന് ശേഷമാണ് കിട്ടിയത്. ഞാൻ ഇനി ഒരു കാര്യം കൂടെ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി. ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നത് പോലെ ഇന്ത്യയുടെ ഭരണഘടന പൂർണ്ണമായും അംഗീകരിച്ചു വന്ന മുസ്ലിം ലീഗിനെയാണ് നിങ്ങൾ അംഗീകരിച്ചതെങ്കിൽ അതേ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയാണോ ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമി എവിടെയാണ് അംഗീകരിച്ചത്? അങ്ങനെയാണെങ്കിൽ അതൊരു ഉപചോദ്യമാണ് കേട്ടോ. ഞാൻ കൃത്യമായി ഇവിടെ പറഞ്ഞ ചോദ്യങ്ങളിലേക്കെല്ലാം, കാരണം ഞാൻ പറഞ്ഞത് എനിക്കൊന്നും ഇവിടെ ഒളിച്ചോടേണ്ട കാര്യമില്ല. ഇവിടെ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഡോക്ടർ ലാൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഞാന് ഈ KM ഷാജിയെ തള്ളി പറയുമോ? ഞാൻ തള്ളി പറയുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് KM ഷാജിയുടെ അഭിപ്രായമല്ല മുസ്ലിം ലീഗിന്റെ അഭിപ്രായമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായമല്ല മുസ്ലിം ലീഗിന്റെ അഭിപ്രായം നിങ്ങൾ പറയുമ്പോൾ ഓക്കെ, അത് അങ്ങനെയാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് CPM-ന്റെ തിരക്കഥയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അതും വിശ്വസിക്കണം. ഇത് രണ്ടും കൂടി ശരിയാകുമോ? ശരി, ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാം. ഇവിടെ പറഞ്ഞു, ഇവിടെ ഈ പറയുന്ന VD സതീശൻ വിമർശിച്ചത് വെള്ളാപ്പള്ളി നടേശനെ ശ്രീ പിണറായി വിജയന്റെ കാറിൽ കയറ്റിക്കൊണ്ടു പോയതിനെ എതിർത്തതിന്റെ പേരിലാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ബിനോയ് വിശ്വം അദ്ദേഹം ഞങ്ങളുടെ UDF-ന്റെ ആരെങ്കിലുമാണോ? കോൺഗ്രസ് നേതാവാണോ? CPI-യുടെ നേതാവായിട്ട് ശ്രീ ബിനോയ് വിശ്വം എന്താ പറഞ്ഞത്? വെള്ളാപ്പള്ളി നടേശനെ കണ്ടാൽ ഞാൻ കൈകൂപ്പും നമസ്കരിക്കും, അല്ലെ നമസ്കാരം പറയും, പക്ഷെ എന്റെ കാറിൽ ഞാൻ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിക്കൊണ്ട് പോകില്ല എന്ന് പറഞ്ഞത് ശ്രീ ബിനോയ് വിശ്വ. പക്ഷെ ഇവരാരും എന്തുകൊണ്ട് ബിനോയ് വിശ്വത്തിനെതിരെ ആരും മിണ്ടുന്നില്ലല്ലോ? ആർക്കും ഒരു പ്രസ്താവനയുമില്ല, ഒരു പ്രതികരണവുമില്ല. ശ്രീ VD സതീശൻ പറഞ്ഞാൽ മാത്രം അത് ഇവിടെ വലിയ വിവാദമാകുന്നു. VD സതീശൻ പറയുന്നതിനെ മാത്രം എതിർക്കുന്നു. ഞാൻ വരാം ലാൽ, പക്ഷേ ഒരു കാര്യം കൂടി ബേബി, ആ ബിനോയ് വിശ്വത്തോട് ഇപ്പം ചോദിച്ചാലും അദ്ദേഹം ഒരുപക്ഷെ അതേ അഭിപ്രായം തന്നെ പറയും. പക്ഷെ VD സതീശനാണ് ഈ രാവിലെ ഒരു അഭിപ്രായവും വൈകിട്ട് ഒരു അഭിപ്രായവും പറയുന്നത്. അപ്പോഴാണ് പ്രശ്നം. അല്ല, കാരണം ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം എക്സ്പോസ്ഡ് ആയി.
നമ്മള് വെള്ളാപ്പള്ളി നടേശനാണ് ഈ വർഗീയ അജണ്ടയുടെ എല്ലാം പിന്നിലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ അറ്റാക്ക് ചെയ്തു. പക്ഷെ ഇപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ആരാണ് ഇതിന്റെ തിരക്കഥ, ആരാണ് ഇതിന്റെ മുഴുവൻ ആസൂത്രണം നടക്കുന്നത്? ഇത് എന്ന് പറയുന്നത് CPM-ല് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ നമുക്ക് ഒരു കള്ളവും മൂടി വെക്കാൻ കഴിയില്ല. സത്യമായി അല്ല, അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് പ്രൊഫസർ റോണി കെ ബേബി? നോക്കൂ, ഇപ്പോൾ ഞാൻ മുൻപ് കേൾപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല അന്ന്, അത് സാഹചര്യം ഏതുമാകട്ടെ, താങ്കൾ സാഹചര്യത്തെ വിശദീകരിക്കുമ്പോൾ അതേ സാഹചര്യത്തിന്റെ ആനുകൂല്യം വെള്ളാപ്പള്ളിക്കും ഉണ്ടാകുമല്ലോ, അദ്ദേഹത്തിന് അതൊരു ന്യായീകരണം, ആ സാഹചര്യം ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ മുസ്ലിം ലീഗിനെ നിശ്ചിതമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ, വീണ്ടും കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ രമേശ് ചെന്നിത്തലയെ ആരും ആക്രമിച്ചില്ല, നിങ്ങൾ അന്നൊപ്പം നിർത്തി. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായത്തിന് നിങ്ങൾക്ക് ന്യായീകരണവുമുണ്ട്. അതേ ഒരു അഭിപ്രായം വെള്ളാപ്പള്ളി നടേശന് പറയുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തെ VD സതീശൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ രണ്ട് അഭിപ്രായങ്ങളിൽ നിന്നും, നിലപാട് മാറ്റത്തിൽ നിന്നും വ്യക്തവുമാണ്. പക്ഷെ നിങ്ങൾ അതിനെ ഈ CPIM-ന്റെ ലേബലിലേക്ക് കൂട്ടിക്കെട്ടുമ്പോൾ ആ തിരക്കഥ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്, നിങ്ങൾ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഇത് പൂർണ്ണമായും വെള്ളാപ്പള്ളിയും VD സതീശനും അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയും കോൺഗ്രസും തമ്മിൽ നടക്കുന്നതാണിത്. അതിൽ CPM-ന് എവിടെയാണ് റോൾ? ഇവിടെ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറഞ്ഞു പോയപ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കാതെ പോകുന്നത് ഉചിതമല്ല. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞിക്കണ്ണൻ സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. RSSകാർ പോലും സംസാരിക്കാത്തതിനേക്കാൾ തീവ്രമായിട്ടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്, നെഹ്റുവിനെയൊക്കെ കൂട്ടിയതുകൊണ്ട്. നെഹ്റു എല്ലാ കാലത്തും അതിശക്തമായിട്ട് എതിർത്ത RSSനെയാണ്. അന്ന് വളരെ കൃത്യമായി തന്നെ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ദേശസ്നേഹത്തിന്റെ ആട്ടിൻതോലണിഞ്ഞ ചെന്നായിയാണ് RSS. അത് ഭാവിയിൽ കൃത്യമായി എക്സ്പോസ്ഡ് ആകും. അതാണ് ഇപ്പോൾ ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം നേടുന്ന ഏറ്റവും വിപത്ത് എന്ന് പറയുന്നത് RSSന്റെ വർഗരാഷ്ട്രമാണ്. RSS ഇവിടെ നടപ്പാക്കുന്ന വർഗീയതയ്ക്ക് ബദലായി ഒരു സംഗതിയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് അത്രയും തീവ്രമായ വർഗീയ പ്രചരണം നടക്കുന്നില്ല. RSSന് ഈക്വലായി, തുല്യമായി മറ്റൊരു സംഘടനയും നമുക്ക് ചൂണ്ടിക്കാൻ കഴിയില്ല. ഇനി വെൽഫെയർ പാർട്ടിയുടെ കാര്യം വെൽഫെയർ അങ്ങനെയെങ്കിൽ RSSുമായി ഞങ്ങൾ ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയനല്ലേ? അതുപോലെ ഈ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ടുപോലെ EP ജയരാജൻ എന്താ പറഞ്ഞത്? പ്രസ്താവനയാണോ അത്? അതെന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്, ചരിത്രം അറിയാത്തവരല്ലോ ശ്രീ റോണി കെ ബേബി. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് പ്രൊഫസർ റോണി കെ ബേബി, ഞങ്ങൾ സംഘപരിവാറിനെതിരെ പോരാടുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ ദൃശ്യം പോലെ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ പൂജ ചെയ്തത് ആരാണ്? VD സതീശനാണ് അല്ലേ? അദ്ദേഹത്തിന് അത് അറിയാത്തതാണോ? അദ്ദേഹം പറയുന്നത് ഇന്നിപ്പോൾ പറയാനൊക്കെ ശ്രമിക്കുന്നത് അന്നത് അറിയില്ലായിരുന്നു എന്ന മട്ടിലാണ്. ഗോൾവാൾക്കറെ അറിയില്ലായിരുന്നു പ്രതിപക്ഷ നേതാവിന്. കഴിഞ്ഞ വർഷം വായിച്ചത് 60 പുസ്തകങ്ങളാണ്. അതെന്തുമായിക്കോട്ടെ, അവിടെ പ്രശ്നം. അതേസമയം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്താണ് ഇത് പരിശോധിക്കുമ്പോൾ അവിടെ പ്രശ്നം. അപ്പോൾ അതാണ് നിങ്ങളുടെ നിലപാടിന്റെ പ്രശ്നം. അതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ കാര്യം പറയുമ്പോഴേ ഒരു വലിയ തമാശ തോന്നുന്നത് എന്താണെന്നറിയോ? ഈ 2012 വരെ ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയും ഒക്കെ ആരുടെ കൂടെയായിരുന്നു? ഉദാഹരണം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM-ന്റെ ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞിക്കണ്ണൻ അതിന് മറുപടി പറയുന്ന ഞാൻ കരുതിയ, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. മണ്ണാർക്കാട് നഗരസഭയുടെ 1-ാം വാർഡിൽ അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി കിട്ടിയത് ഒരോട്ടാണ്. ആ വാർഡിൽ ജയിച്ചത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇനി ഏറ്റവും സങ്കടം എന്താണെന്നറിയോ? ആ ഒരു വോട്ട് ചെയ്തത് താനാണ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ CPM പുറത്താക്കി. എന്ത് ആത്മാർത്ഥതയാണ് ഈ വെൽഫെയർ പാർട്ടിയുടെ വിഷയത്തിൽ? ഇതിന് വലിയ തമാശ എന്താണെന്നറിയോ? 2009 തെരഞ്ഞെടുപ്പിൽ PDP നേതാവായ അബ്ദുൾ നാസർ മദനിയെ വേദിയിലിരുത്തി അദ്ദേഹത്തിന് കാലാവധി ചെയ്ത് ആലിംഗനം ചെയ്ത നേതാവിന്റെ പേരാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത്. ഒരു കാര്യം പറയുമ്പോൾ ഒരു ആത്മാർത്ഥത ഉണ്ടാക്കാൻ അല്ലേ? കോടിയേരി അന്തരിച്ചു പോയ കോടിയേരി ബാലകൃഷ്ണൻ, ഞാൻ എല്ലാം ബഹുമാനിച്ചിട്ട് കൂടി അദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്, ഇപ്പോഴും ഇന്റർനെറ്റിൽ പരിശോധിച്ചാലുണ്ട്. അതുപോലെ തന്നെ ദേശാഭിമാനി ദിനപത്രത്തിൽ ഈ പറയുന്ന വെൽഫെയർ പാർട്ടിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെ ജമാഅത്തെ ഇസ്ലാമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതിയത് ദേശാഭിമാനി പത്രത്തിലാണ്, മുഖപുസ്തകം എഴുതിയത്. അപ്പോൾ ആ CPM ഇന്ന് വന്ന് പറയുകയാണ് വെൽഫെയർ പാർട്ടി എന്തോ വലിയ ഭീകരവാദിയാണ് എന്ന് പറയുമ്പോൾ അത് കേരള ജനങ്ങള്, കാരണം ഇത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന്റെ അകത്ത് ആത്മാർത്ഥത ഉണ്ടായിരിക്കും. ശരി, ഞാനൊന്ന് ഇടപെടുന്നു. എന്തായാലും ഞാൻ ഒരുപാട് വിഷയങ്ങൾ താങ്കളോട് ചോദിക്കാൻ ശ്രമിച്ചു, അതിലെല്ലാം ഒരു വിഷയവും തന്നെ പൂർണ്ണമാകാതെ പോവുകയാണ് ഉണ്ടായത്. അല്ല പ്രൊഫസർ, ഞാൻ താങ്കളുടെ കുഴപ്പമാണെന്നല്ല പറഞ്ഞതിൽ വീണ്ടും ഉപചോദ്യം വന്നതുകൊണ്ടാണ്. എന്തായാലും ആ നിലപാട് ക്ലിയർ ആണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നിങ്ങളുടെ നിലപാടിന് തെളിമയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. CPM ഒരു തിരക്കഥയൊക്കെ രചിച്ച് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒക്കെ രാവിലെ രംഗത്തിറക്കുന്നത്. അല്ല, അത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ആലോചിക്കേണ്ടത് കേരളത്തിലെ സമുദായ സംഘടനാ നേതാക്കൾ നമ്മുടെ നവോത്ഥാന ചരിത്രമൊക്കെയായി ബന്ധപ്പെട്ട ഒരു പാരമ്പര്യത്തെ കൂടി പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ആ
വ്യക്തികൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ അതാത് കാലങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രസ്താവനകൾ അല്ലെങ്കിൽ പൊതുവേ നമുക്ക് വിയോജിപ്പുള്ള പ്രസ്താവനകൾ ഇറക്കും. അപ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കും. പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത് SNDP ആയാലും NSS ആയാലും ഇവിടുത്തെ നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട ഉജ്ജ്വലമായ ഒരു പാരമ്പര്യമുള്ള സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തെ നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങ് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ എന്താണ് പിണറായി വിജയൻ്റെ തിരക്കഥയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. അതിന് ഉദാഹരണമായിട്ട് അങ്ങ് പറഞ്ഞത് എന്താണ്, വാസവൻ ആ സമയത്ത് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു എന്നാണ്. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിലെ ഓരോ മന്ത്രിയും നിങ്ങൾ ചോദിച്ചു നോക്കൂ, കേരളത്തിലെ എല്ലാ സമുദായ സംഘടനാ നേതാക്കളും ആര് ഫോൺ ചെയ്താലും അവർ അറ്റൻഡ് ചെയ്യും. നിങ്ങൾ ജിഫ്രി തങ്ങളോട് ചോദിക്കൂ, മുത്തുക്കോയ ജിഫ്രി തങ്ങൾ അദ്ദേഹത്തെ ഒരു മാധ്യമ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ കാന്തപുരം ഉസ്താദിനോട് ചോദിക്കൂ, നിങ്ങൾ KNMൻ്റെ അധ്യക്ഷനായിട്ടുള്ള അബ്ദുള്ളക്കോയ മദനിയോട് ചോദിക്കൂ, നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനോടും സുകുമാരൻ നായരോടും ചോദിക്കൂ, ആര് വിളിച്ചാലും. അതേപോലെ തന്നെ നിങ്ങൾ പുന്നല ശ്രീകുമാറിനോട്, KPMSൻ്റെ നേതാവായിട്ടുള്ള പുന്നല ശ്രീകുമാറിനോട് ചോദിക്കും, ആര് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യും. അവരാവശ്യപ്പെട്ട അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണമോ എന്തെങ്കിലും വ്യക്തതയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് വിളിച്ച് അതിന് മറുപടി കൊടുക്കും. ഇത് ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രമൊക്കെയായി ബന്ധപ്പെട്ട് ഇത്തരം സംഘടനക്കുള്ള പ്രസക്തിയും വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സർക്കാരിൻ്റെ പ്രതിബദ്ധതയുമാണ് കാണിക്കുന്നത്. അതൊരു തിരക്കഥയല്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ നേരത്തെ ഞങ്ങളെക്കാൾ മുമ്പേ ബാന്ധവമുണ്ടാക്കിയത് ഇടതുപക്ഷമാണ് എന്ന ഒരു നെറേഷൻ ഉണ്ടാക്കാനുള്ള അനാവശ്യമായ ശ്രമം കോൺഗ്രസ്സുകാർ കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ആദ്യമായി ബന്ധമുണ്ടാവുന്നത് കോൺഗ്രസ്സിനാണ്, അതിലൊരു സംശയമില്ല. കേരളത്തിൽ ഈ ചാരപ്രശ്നം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ചാരക്കേസുമായി ബന്ധപ്പെട്ട് കരുണാകരന് അധികാരം ഒഴിയേണ്ടി വരികയും AK ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയും അദ്ദേഹത്തിന് നിയമസഭാംഗമല്ലാത്ത അദ്ദേഹത്തിന് നിയമസാംഗത്വം നേടാൻ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടിയും വരും. ആ ഉപതെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിട്ടത് മലപ്പുറത്തെ തിരൂരങ്ങാടിയിലാണ്. തിരൂരങ്ങാടിയിൽ ബഹുമാനപ്പെട്ട കരീം സാറിനെതിരായിട്ട് മിസ്റ്റർ AK ആൻ്റണി മത്സരിച്ചത് സർവ്വസാമുദായിക സംഘടനകളുടെയും പിന്തുണയോടുകൂടിയാണ്. ജമാഅത്ത് ഇസ്ലാമി അവരെ വളരെ നല്ല രീതിയിൽ സഹായിച്ചു. അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി ഹജ്ജ് കമ്മിറ്റിയിലേക്ക് വരുന്നത്. തുടർന്ന് ഇടതുപക്ഷവും അത് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഒരു അവകാശമാക്കി അത് കൊടുത്തത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളല്ല ജമാഅത്തെ ഇസ്ലാമിയെ കേരള രാഷ്ട്രീയത്തിൽ കൂട്ടുപിടിച്ചത് ശ്രീമാൻ AK ആൻ്റണി തന്നെയാണ്. AK ആൻ്റണിക്ക് എന്താണ്, ഈ VD സതീശൻ്റെ മുത്തപ്പനാണ് AK ആൻ്റണി. തിരിഞ്ഞു മറിഞ്ഞു ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കും, മറുഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയെ പുൽകും. AK ആൻ്റണി AICCയുടെ പ്രസിഡന്റ് ആകേണ്ട ആളാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, പ്രവീൺ തൊഗാഡിയ. ഈ പ്രവീൺ തൊഗാഡിയ എന്ന് പറയുന്നത് വർഗീയതയുടെ ഹിംസാത്മകമായ വിദ്വേഷം തുപ്പുന്ന കഥാപാത്രമാണ് ഈ പ്രവീൺ തൊഗാഡിയ. ആ പ്രവീൺ തൊഗാഡിയ AICCയുടെ അധ്യക്ഷനാകേണ്ട ആളാണ് AK ആൻ്റണി എന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? കോൺഗ്രസിൻ്റെ പ്രതിനിധി ഓർമ്മിക്കുന്നുണ്ടോ? ഈ വടക്കേ ഇന്ത്യയിലെ പോലെ ഇവിടെ തൃശ്ശൂര വിതരണവുമായിട്ട് വന്നു. CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിനെ അതിശക്തമായി എതിർത്തു. അപ്പോൾ മിസ്റ്റർ പ്രവീൺ തൊഗാഡിയക്ക് തൃശ്ശൂരിൽ ഈ തൃശ്ശൂരം വിതരണം ചെയ്യാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. തൃശ്ശൂരം വിതരണം ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് എന്ന നിലപാടായിരുന്നു AK ആൻ്റണി എടുത്തത്. അതിനെ തുടർന്നാണ് മിസ്റ്റർ തൊഗാഡിയ പറഞ്ഞത് ഇദ്ദേഹമാണ് AICCയുടെ പ്രസിഡന്റ് ആവേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ അധിക വിദൂരമായ ഒരു ചരിത്രമല്ല, നമ്മുടെയൊക്കെ സമകാലീനമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുക. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത്, ജീവൻ കൊടുത്ത് അതിനെ പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയായിരിക്കുന്ന മതനിരപേക്ഷതയെ കാക്കാൻ വേണ്ടി ജീവൻ കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നെഹ്റുവിനെ ഉദ്ധരിച്ചു. എന്തിനാ ഞാൻ ഉദ്ധരിച്ചത് നെഹ്റുവിനെ? VD സതീശൻ നെഹ്റുവിൻ്റെ രക്തമാണ് തൻ്റേതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ശിരകൾ ഒഴുകുന്നത് നെഹ്റുവിൻ്റെ രക്തം. ഞാൻ പറയുന്നു നെഹ്റുവിൻ്റെ രക്തമല്ല, മിസ്റ്റർ ഗോവിന്ദ് വല്ലഭായ് പന്തിൻ്റെയും
മദൻ മോഹൻ മാളവിയുടെയും രക്തമാണ് വി.ഡി. സതീശന്റെയും നിങ്ങളുടെയൊക്കെ ശിരകളിൽ ഒഴുകുന്നത്. 1949 ചരിത്രപ്രസിദ്ധമായ ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന 400 വർഷക്കാല അയോധ്യയിലെയും ഫൈസാബാദിലെയും മുസ്ലിങ്ങൾ തലമുറകളായി എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിന് മുൻപ് അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ, നോക്കൂ, അല്പം മുമ്പ് നമ്മൾ പ്രൊഫസർ റോണി കെ ബേബിയോട് സംസാരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ വിമർശനം, അത് ചെന്നിത്തല പറഞ്ഞ കാര്യം ഉദ്ധരിച്ച് ചോദിക്കുമ്പോൾ പ്രൊഫസർ റോണി കെ ബേബിയുടെ മറുപടി കേട്ടാൽ ജിന്ന നെഹ്റു എന്നൊക്കെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും 47-ലെ ലീഗിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന്. 2013-ലാണ് ചെന്നിത്തലയുടെ ആ പ്രസംഗം എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ശ്രീ അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ. അതിപ്പം അദ്ദേഹം പറഞ്ഞു ഒഴിഞ്ഞു എന്ന് കരുതിയാൽ മതി. നോക്കൂ, ലീഗിനെ കുറിച്ച് കോൺഗ്രസിനകത്ത് ആര്യാടൻ മുഹമ്മദിന് എന്തായിരുന്നു അഭിപ്രായം? ആര്യാടൻ മുഹമ്മദ് ലീഗിനെ കുറിച്ച് അത്യാവശ്യം ന്യായമായ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. ആര്യാടൻ്റെ അഭിപ്രായത്തോട് എത്ര പേര് അതിനകത്ത് യോജിക്കുമായിരുന്നു? ലീഗിന് ഞാൻ പറഞ്ഞ പ്രയോഗത്തിനകത്ത് ഒരു മാറ്റവും ഇല്ല. ലീഗിൻ്റെ കക്ഷത്തിലാണ് കോൺഗ്രസ് ഇരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന ഷാജിയുടെ കാര്യം പറഞ്ഞു. നോക്കൂ, നമ്മൾ തള്ളി പറയുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ തള്ളി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയല്ല, നിങ്ങളുടെ പ്രവൃത്തി അതുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ തള്ളി പറയൂ എന്ന് ചോദിച്ചാൽ ഞാൻ തള്ളി പറഞ്ഞേക്കാം, അത് പിന്നെ അടുത്ത ചർച്ചയ്ക്ക് വരുമ്പോൾ ബാക്കി ആലോചിച്ചാൽ മതിയല്ലോ എന്നാണെങ്കിൽ ഓക്കെയാ. നോക്കൂ, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ഷാജിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലീഗിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെ ആൾക്കാരുടെ സീറ്റ് നിർണയിച്ച് അല്ലെങ്കിൽ അവർക്ക് സീറ്റ് പ്രഖ്യാപിക്കുന്ന പാണക്കാട്ടു നിന്നാണ് കഴിഞ്ഞാൽ മതരാഷ്ട്രവാദമുള്ള ഒരു പാർട്ടിയുടെ കൂട്ടത്തിൽ ചേർന്ന് അല്ലെങ്കിൽ ഒരു സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ലീഗിന് പിന്നെ മതമല്ലാതെ എന്താ പ്രശ്നം? മതം മാത്രമാണ് പ്രശ്നം. ഇതിനെ കോംപ്രമൈസ് ചെയ്യാൻ ഇവർ ചെയ്തത് എന്താണെന്നറിയോ? ഇതൊന്നും അല്ലെന്ന് കാണിക്കാൻ ഈ പ്രാവശ്യം കുറേ ഹിന്ദു സീറ്റിൽ ആൾക്കാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതിന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഒരു ലേഡി ആദ്യമായിട്ട് വിടുന്നു. ഇതൊക്കെ നമ്മൾ ലീഗിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രയോ നാളായിട്ട് കണ്ടതാണ്. അവരുടെ വനിതകളുടെ മീറ്റിങ്ങിനകത്ത് നമ്മൾ ഈ പറയുന്ന പുരുഷന്മാർ നേതാക്കന്മാർ തീരുമാനം എടുക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അതിനകത്ത് ചെറുപ്പക്കാർ സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അവർ തന്നെ പുറത്തു വന്ന് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ? നിങ്ങളുടെ പ്രവൃത്തി എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങളുടെ പ്രവൃത്തി മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട്, ഞാൻ കോൺഗ്രസിനെ കുറിച്ചല്ല ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത്. ലീഗ് SDP ചേർന്ന് ET മുഹമ്മദ് ബഷീറിനെ ജയിപ്പിക്കാൻ മീറ്റിംഗ് നടത്തുന്നു. ഇത് CPM അല്ലല്ലോ നടത്തിയത്, LDF അല്ലല്ലോ നടത്തിയത്. എന്നിട്ട് മീറ്റിംഗ് ചുമ്മാ തമാശയ്ക്ക് കണ്ടതാണ്. നമുക്കറിയാം ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. എത്ര നാളായി നിങ്ങളിത് കളിക്കാൻ തുടങ്ങിയിട്ടെന്ന്. പള്ളി പൊളിക്കാൻ വരുന്നു ഇപ്പം KT പറഞ്ഞില്ലേ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. അതങ്ങനെ പറയുന്നത് വഴി അവർ ശ്രമിക്കുന്നത് അതിഭീകരമായ മുസ്ലിം കൺസോൾട്ടേഷനാണ്. അതിലവർ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടുണ്ട്. മലപ്പുറത്തുനിന്ന് ലക്ഷക്കണക്കിന് വോട്ടാണ് കൂടിയിരിക്കുന്നത്. അങ്ങനൊരു സാഹചര്യം നോക്കൂ, ന്യായമായ ഒരു കാര്യം പറഞ്ഞ് കൂടുതൽ ഇപ്പം പിണറായി വിജയനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് വോട്ട് പിടിക്കുക, അത് പറയുന്നതും ഈ പറയുന്ന ഹിന്ദുക്ക് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിച്ച് വോട്ട് മേടിക്കുന്നതിൻ്റെ പ്രശ്നം എന്തറിയോ? ഇവർ ചെയ്യുന്ന പണി അവസാനം പ്രയോജനപ്പെടാൻ പോകുന്നത് RSS സംഘപരിവാറിനാണ്. മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നാൽ അപ്പുറത്ത് പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ മുസ്ലിം കൺസോൾട്ടേഷൻ കേരളത്തിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം ആരാണ്? സത്യത്തിൽ RSS ആണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത് RSSന് മാത്രമേ പ്രയോജനം ചെയ്യൂ. മുസ്ലിം കൺസോൾട്ടേഷൻ എന്നാൽ UDFന് ഇപ്പം അധികാരം കിട്ടുമെന്നേ. ഈ പറഞ്ഞ വി.ഡി. സതീശൻ ഈ പറഞ്ഞ ഗോൾവാക്കറിന് മുന്നിൽ പോയി പ്രാർത്ഥിച്ചിട്ടുള്ളത് കൊണ്ട് പിറ്റേ ദിവസം BJP ചേരായിരിക്കും. പക്ഷേ മതനിരപേക്ഷമായ മനുഷ്യർക്കുണ്ടല്ലോ, മുസ്ലിങ്ങളായാലും ഈ പറയുന്ന ഹിന്ദുക്കളായാലും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. ഈ പറയുന്ന കാര്യങ്ങൾ മുസ്ലിം ലീഗ് ഇപ്പം പറയുന്ന രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് പ്രയോജനം ചെയ്യാൻ പോകുന്നത് RSSനും സംഘപരിവാറിനും വേണ്ടി മാത്രമാണ്. അടുത്ത ബിനോയ് വിശ്വത്തിൻ്റെ ഒരു വിഷയം വന്നു. അത് പറയാൻ പോകാൻ പറ്റില്ല. ബിനോയ് വിശ്വം പറഞ്ഞോ, നോക്കൂ, ഒരാളുടെ കാറിൽ ഒരാളെ കയറ്റാം കയറ്റാതിരിക്കാം. മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ ബിനോയ് വിശ്വം അല്ല. അത് ശരിയല്ലേ? ഒരാളെ കയറ്റാതിരിക്കാം. പക്ഷെ ബിനോയ് വിശ്വം പറഞ്ഞോ, വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന പിണറായി വിജയനും കൂടെ ചേർന്ന് നിന്ന് ഈ പറയുന്ന ലീഗുകാർ പറഞ്ഞ കള്ളപ്രചരണങ്ങളെല്ലാം അദ്ദേഹം പറയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞോ? ഇല്ലല്ലോ. അദ്ദേഹം അതല്ല പറഞ്ഞത്. അദ്ദേഹത്തിനോട് സാന്ദർഭികമായി ചോദിച്ചൊരു ചോദ്യത്തിന് അദ്ദേഹമാണ് കയറ്റത്തില്ലെന്ന് പറഞ്ഞു. വേറൊരാളും കയറ്റി, ഞാൻ എൻ്റെ വണ്ടി കാറെ പോകുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിക്കഴിഞ്ഞാൽ ഞാൻ കയറ്റും, അല്ലെ ചിലപ്പോൾ കയറ്റത്തില്ല. അത് ഒരാളുടെ സൗകര്യത്തിൽപ്പെട്ടാണ്. മണ്ണാർക്കാട് കാര്യം കൂടെ പറയാം. മണ്ണാർക്കാട് വോട്ട് കിട്ടിയത് അവിടെ നിൽക്കട്ടെ, അത് പാർട്ടി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ സ്ഥാനാർത്ഥി ആരുടെയാ?
സ്ഥാനാർത്ഥി CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു വെൽഫെയർ പാർട്ടി, LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു വെൽഫെയറിന്റെ, നിങ്ങൾ പറയത്തില്ലല്ലോ അത് ആരുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പം നിങ്ങൾ സ്ഥാനാർത്ഥി AKG സെൻറ്ററിൽ നിന്ന് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞൊരു ന്യായമുണ്ട്. UDF-ന്റെ സ്ഥാനാർത്ഥിയാ, മറ്റേ ആൾക്കാർ വോട്ട് ചെയ്തത്, ശരി വോട്ട് പോട്ടെ, ആര് നിശ്ചയിച്ചു സ്ഥാനാർത്ഥിയെ ഇന്ന ആളാണ് വെൽഫെയർ പാർട്ടിയുടെ ആളെ നമുക്ക് നിർത്തി അങ്ങ് ജയിപ്പിച്ചേക്കാം എന്ന് UDF തീരുമാനിച്ചതിന് കാരണം എന്താ? അതാ അവിടെ പ്രശ്നം. നിങ്ങളുടെ റോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെന്ന ചോദ്യത്തിൽ നിങ്ങൾ അയാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു, ബാക്കി നാട്ടുകാർ വോട്ട് ചെയ്ത് അവിടെ നിൽക്കട്ടെ, അത് നാട്ടുകാരുടെ ചോയ്സ് ആണല്ലോ. ഈ നിങ്ങൾ എന്തുകൊണ്ട് ഇയാളെ അന്നാ നിർത്തിയേക്കാമെന്ന് തീരുമാനിച്ചുള്ളതിന് മറുപടി പറയണമല്ലോ, അതുകൂടെ പറഞ്ഞാൽ മതി, ശരിയാവും. പ്രൊഫസർ റോണി കെ ബേബി, ഉയർന്ന വിഷയങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ തോതിൽ മറുപടി, അതിനോടൊപ്പം തന്നെ രാവിലെ വലിയ നിലപാടുകളൊക്കെ ഉയർത്തിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇതാ രാത്രി മയങ്ങിയപ്പോൾ NSS ആസ്ഥാനത്തേക്ക് കാറുമെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ വേഗം മടങ്ങിപ്പോകാനാണ് ശ്രമിച്ചത്. അതെന്തിനാണ് പ്രൊഫസർ റോണി കെ ബേബി? മാധ്യമങ്ങൾ കണ്ടാൽ പ്രശ്നമാകുന്ന എന്തെങ്കിലും കൂടിക്കാഴ്ചകളായിരുന്നു അത്? ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ പകൽവട്ടത്തിൽ തന്നെ കേരളത്തിലുള്ള എല്ലാ സമുദായ നേതാക്കളെ ഞങ്ങൾ പോയി കാണും, ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. പക്ഷെ ഞങ്ങൾ എതിർക്കുന്നത് ഈ സമുദായ നേതാക്കന്മാരെ തങ്ങളുടെ താളത്തിന് ഒപ്പം തങ്ങളുടെ അജണ്ടയ്ക്കൊപ്പം അല്ലെങ്കിൽ അവർ പറയുന്നതിനൊപ്പം കൊള്ളുന്നതിനെ ആ രാഷ്ട്രീയത്തെ മാത്രമേ ഞങ്ങൾ എതിർക്കുകയുള്ളൂ. ഞങ്ങൾ എല്ലാ സമുദായ നേതാക്കന്മാരോടും വളരെ സൗഹാർദ്ദപരമായ ബന്ധം. ഇനി എനിക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർக்கலாம். ഇവിടെ CK ഗോവിന്ദൻ നായർ അനുസ്മരണത്തിൽ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അന്നത്തെ സാഹചര്യം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഇവിടെ കോട്ട് ചെയ്തപ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്. 1946-ൽ EMS, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമാചാര്യനായിരുന്ന EMS തൃശൂർ സമ്മേളനത്തിൽ അവതരിപ്പിച്ചൊരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൽ പ്രമേയം പറയാം, മാപ്പിള വേണം, മലബാറും ലക്ഷദ്വീപുമുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മാപ്പിളസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജിന്നയുടെ മുസ്ലിം ലീഗിന്റെ വാദത്തെ പിന്തുണച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, അത് മറക്കരുത്. രണ്ട്, ഇവിടെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ കാര്യം ഞാൻ പരിഹസിക്കുകയല്ല, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞു ഇന്ത്യ മഹാരാജ്യത്ത് സംഘപരിവാറിനെതിരെ പോരാടുന്ന CPM ആണ്. പോരാടി CPM ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഞാൻ പരിഹസിച്ചതായി കൂട്ടരുത്. 89-ൽ രാജീവ് ഗാന്ധിക്കെതിരെ അന്ന് VP സിംഗിനൊപ്പം അന്ന് BJP-യോടൊപ്പം ചേർന്ന നിങ്ങളാണ്. 1. 2, 2009-ൽ മൻമോഹൻ സിംഗിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു, BJP-യോടൊപ്പം ചേർന്നു. അതിനുശേഷമാണ് ഇന്ത്യ മഹാരാജ്യത്ത് CPM തകരുന്നത്. അതിന് 66 സീറ്റോളം പാർലമെന്റിൽ CPM 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ആട്ടപ്രതലം പിന്നെ തകർന്നു പോയതിന് കാരണം അന്ന് BJP-യോടൊപ്പം ചേർന്ന് മൻമോഹൻ സിംഗിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടു. ഈ രണ്ട് സംഭവങ്ങൾ, ഒന്ന് കോൺഗ്രസിനെതിരെ VP സിംഗിന് വേണ്ടി BJP-യോടൊപ്പം ചേർന്ന്, 1. 2, 2009-ൽ ഈ പറയുന്ന മൻമോഹൻ സിംഗിനെതിരെ ഇന്ന് അവിശ്വാസ പ്രമേയത്തിൽ BJP-യോടൊപ്പം ചേർന്ന്. ഈ രണ്ട് ഇന്ത്യയില് CPM സീറ്റുണ്ട്. ഞങ്ങൾക്ക് 6 MLA-മാരുണ്ട്, അവരിപ്പോഴും അവിടെ തന്നെയുണ്ട്. അതിനകത്ത് സംശയമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ താങ്കളുടെ മറുപടിയിൽ തന്നെ ഇതുണ്ട്, താങ്കളുടെ ശരീരഭാഷയിൽ അതുണ്ട്. ശരി, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുന്നു. പ്രൊഫസർ റോണി കെ ബേബി, KT മറുപടി പറഞ്ഞോളൂ വളരെ വേഗം, ചുരുങ്ങിയ വാക്കുകളിൽ. അദ്ദേഹം ഒരു ചരിത്രത്തിലൊരു കാര്യം പറഞ്ഞു, താങ്കൾ ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കോളൂ, ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം. CPM ആണ് BJP-യെ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നത് എന്താണ്? ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞത മാത്രമല്ല, ചരിത്രത്തെ എങ്ങനെ തെറ്റായി വ്യാഖ്യാനിച്ച് തങ്ങളുടെ കുറ്റകരമായ RSS സേവയെ എങ്ങനെ ന്യായീകരിക്കാമെന്നാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ പ്രശ്നമല്ല, കോൺഗ്രസ് പ്രസ്ഥാനമാണ് ഈ രാജ്യത്ത് RSS-നെ വളർത്തിക്കൊണ്ടുവന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും RSS-നെ വളർത്താൻ ആവശ്യ നടപടിയെടുത്താണ്. VP സിംഗിൻ്റെ ഗവൺമെൻറ് വന്ന് മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കി അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ഒരു പിന്നോക്ക ഉദ്ധാനം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സവർണ ശക്തികൾക്കൊപ്പം ചേർന്ന് BJP-യുടെ പിന്തുണയോടുകൂടി VP സിംഗ് സർക്കാരിനെ അട്ടിമറിച്ചവരാണ് ഈ കോൺഗ്രസ്സുകാർ. അങ്ങനെ VP സിംഗ് സർക്കാരിൻ്റെ അന്ത്യത്തിന് ശേഷമാണ് ഈ രാജ്യത്ത് BJP-ക്ക് ദേശീയ അധികാരത്തിലെത്താനുള്ള വഴികളെല്ലാം തുറന്നു വന്നത്. ആ വഴികളിലൂടെ അവർ ദേശീയ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJP-ക്ക് അധികാരം കിട്ടിയിരുന്നില്ല. BJP-ക്ക് ഓരോ സംസ്ഥാനത്തും അധികാരം കിട്ടിയത് എങ്ങനെയാണ്? അരുണാചൽ പ്രദേശ് എടുക്ക്, ആസാം എടുക്ക്, ഗോവ എടുക്ക്, നമ്മുടെ ത്രിപുര എടുക്ക്, എല്ലാ സ്ഥലത്തും PCC നേതാക്കൾ, മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകൾ വരെ ഒന്നിച്ച് BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ BJP എന്ന് പറയുന്നത് 80% കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് BJP-യിലേക്ക് ചേക്കേറിയവരാണ്. അതുകൊണ്ട് ഇന്നത്തെ BJP-ക്ക് ഈ രാജ്യത്ത്
വർഗീയ ഫാസിസ്റ്റ് അധികാരം ലഭിക്കുന്നതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തവർ കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഈ പറയുന്നതിലൊന്നും ഒരു യുക്തിയുമില്ല, ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളം പോലെ ഒരു സമൂഹത്തിനകത്ത് ഇടതുപക്ഷത്തെ അവർ RSSുമായി ഹിന്ദുത്വവുമായി ബന്ധമുള്ളവരാണ് എന്ന് വരുത്തി ന്യൂനപക്ഷ വോട്ട് പിടിക്കാമെന്നാണ് വ്യാമോഹിക്കുന്നത്. അത് സാധ്യമല്ല. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ സമുദായവും ഒക്കെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്താണെന്ന് അവരുടെ അനുഭവങ്ങളിലൂടെ ലാൽകുമാർ ഒറ്റ മിനിറ്റ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടെ പ്രൊഫസർ റോണി കെ ബി പറഞ്ഞതുപോലെ പകൽവട്ടത്തിൽ പല സമുദായ നേതാക്കളെയും പോയി കാണുന്ന രാഷ്ട്രീയ നേതാക്കളെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ ഒരു അതിശയവുമില്ല. പക്ഷേ ഇത്ര വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായ ഒരു പകലിൽ നിന്നും രാത്രി മയങ്ങുമ്പോൾ NSS ആസ്ഥാനത്ത് MP-യുടെ ലേബൽ വെച്ച ഒരു കാറിൽ പോകുകയും മാധ്യമങ്ങളെ കണ്ടപാടെ തിരിച്ചോടുകയും ചെയ്യുന്ന ഒരു നേതാവ്, അത് അപൂർവ കാഴ്ചയായിരിക്കുമല്ലേ? കാര്യം കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം NSSന്റെ സഹായം ആവശ്യമാണ്. അത് NSS ഈ പറയുന്ന ഒന്നും ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് പോയി പറയാൻ പോകുന്നത് എന്താ? നേരത്തെ പറഞ്ഞ ഒന്നും ഞാൻ അതിനകത്തില്ല എൻ്റെ സുകുമാരൻ നായർ സാറേ എന്ന് പറയാൻ പോകുന്നതാ. അല്ല പിന്നെന്താ? ഇതാ ഞാൻ പറഞ്ഞത്. അസല ഒറ്റ കാര്യം എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിച്ചാൽ മതി. ഈ പറയുന്ന അടൂർ പ്രകാശ് വെള്ളാപ്പള്ളി നടേശനെ തള്ളുവോ? NSSനെ തള്ളുവോ? രമേശ് ചെന്നിത്തല നാളെ വെള്ളാപ്പള്ളി നടേശനെ തള്ളി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമോ? NSSനെ തള്ളി സ്റ്റേറ്റ്മെൻറ്റ് പറയുമോ? പറയത്തില്ല എന്ന് ഞാൻ ഇപ്പം വെള്ളക്കടലാസിൽ എഴുതിത്തരാം. കാര്യം അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രം, രാഷ്ട്രീയ നിലപാടൊന്നുമില്ല, ആശയമൊന്നുമില്ല, ആമാശയം മാത്രമേ ഉള്ളൂ. അവിടെ കിടക്കുക മലബാറിൽ ഏതെങ്കിലും നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈഡിൽ കൂടെ പറഞ്ഞു പോകും. എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്ന മുരളി പോലും പറയത്തില്ല, പറയാൻ പറ്റത്തില്ല. ലീഗിനെ കുറിച്ചും ലീഗിനകത്തെ ജമാഅത്തെ വിഭാഗങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്കാരെ വലിയ ശക്തമായി പ്രതികരിച്ച് കാര്യങ്ങൾ നടത്തും. അല്ല ഒന്നും നടക്കാൻ പോകുന്നില്ല. ശരി. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താകും എന്നുള്ളത്. വളരെ നന്ദി. KT കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് ലാൽകുമാർ, പ്രൊഫസർ റോണി കെ ബേബി. ന്യൂസ് പൂർണ്ണമാകുന്നു.